സൂറത്തുൽ കഹ്ഫ് 27-ാം ഭാഗം. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. صلى الله عليك يا سيدي يا رسول الله. صلى الله عليك يا سيدي يا حبيب الله. صلى الله عليك يا سيدي يا خير خلق الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വചനങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിലൂടെയുമായി ഒരുപിടി ഉപദേശങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരാൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറയാം. ആ ഇൻ്റർവ്യൂവിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി കോൺഫിഡൻസ് കൂടും. നേരെ മറിച്ച് നിങ്ങൾ പോയി നോക്കിൻ, ചോദ്യം എന്തായിരിക്കും? അത് ടോട്ടൽ റാൻഡം ക്വസ്റ്റ്യൻസ്. ഞാനിത് ഇവിടുന്ന് റെഫർ ചെയ്യുക, അതൊന്നും പറയാൻ പറ്റില്ല. അത്തരം ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതും കാലേ കൂട്ടി നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇന്നതൊക്കെ ചോദിക്കാൻ പോകുന്നുണ്ട്, പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, ഇന്നതൊക്കെ ഞാൻ സസൂക്ഷ്മം പരിശോധിച്ചിരിക്കും, അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തോളൂ എന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഈ വിചാരണയെ സംബന്ധിച്ചൊക്കെ നമുക്ക് ആദ്യം പറഞ്ഞു തരുന്നത്. അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു റഹ്മാനും റഹീമുമായതുകൊണ്ട് നമുക്ക് അള്ളാഹു അറിയിച്ചു തരികയാണ്, ഇന്നതൊക്കെയാണ് വിഷയങ്ങൾ, നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വരണം എന്ന് പറയാണ്. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة وعرضوا على ربك صفا. പുന്നാര നബിയെ, ജനങ്ങൾ മുഴുവനും അങ്ങയുടെ രക്ഷിതാവിൻ്റെ അരികത്ത് സഫായി
അവന്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുന്ന ദിവസം. വഉരിദു അലാ റബ്ബിക്, ഹാജരാക്കപ്പെടുകയാണ്. അതിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ സായിഖും വ ഷഹീദ് എന്ന് പറഞ്ഞ സായിഖും ഷഹീദും അടക്കം നമ്മെ കൊണ്ടുപോയി അവിടെ നിർത്തുകയാണ്. നമ്മളായിട്ട് അവിടെ ചെന്ന് അപ്പിയർ ചെയ്യല്ല. സത്യത്തിൽ അതാണ് സംഭവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പ്രയോഗം വഉരിദു അലാ റബ്ബിക സഫ, അള്ളാഹുവിന്റെ മുമ്പിൽ അവർ സമർപ്പിക്കപ്പെടുകയാണ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യും? ആ കോടതിയിലേക്ക് നമ്മൾ ഹാജരാക്കപ്പെടും. അങ്ങനെയാണ് പോലീസുകാരെ തെരഞ്ഞു വരുമല്ലോ വീട്ടിലേക്ക്. ഹാജരാക്കപ്പെടുകയാണ്. നിർബന്ധിതമായും അതിനവർ വിധേയമാകും. കമാ ഖലഖനാകും അവ്വല മർറ, നിങ്ങളെ നാം മുമ്പൊരിക്കൽ സൃഷ്ടിച്ചവനാണ്. ആ സൃഷ്ടിപ്പ് നടത്തിയതുപോലെ തന്നെ രണ്ടാമതൊരു സൃഷ്ടിപ്പ് നടത്തി നിങ്ങൾക്ക് ശരീരവും റൂഹും തന്ന് ഇതുപോലെയുള്ളൊരു ശരീരവുമായി നിങ്ങൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരും. ബൽ സഅംതും അല്ലൻ നജ്അല ലക്കും മൗഇദ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പുനരുദ്ധാരണ നാൾ ഇല്ല എന്ന് നിങ്ങൾ വാദിക്കുകയുണ്ടായി. അവിശ്വാസികളോടാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ആ വാദിച്ചത് ശരിയല്ലായിരുന്നു, അതിവിടെ സത്യമായി പുലരുകയാണ്. വവുദിഅൽ കിതാബ്, മനുഷ്യരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥം അവിടെ സമർപ്പിക്കപ്പെടുന്നു. ഫതറൽ മുജ്രിമീൻ, അന്നേരം അക്രമം ചെയ്ത ആളുകളെ കാണാൻ കഴിയും. മുഷ്ഫിഖീന, പേടിച്ചവരായി. എന്തിന്? മിമ്മ ഫീഹി, ആ കിതാബിലുള്ളതിനാൽ പേടിച്ചവരായി നിങ്ങൾക്ക് കുറ്റം ചെയ്തവരെ കാണാൻ കഴിയും. പാപം ചെയ്ത ആളുകളെ പേടിച്ചവരായി കാണാൻ കഴിയും. പേടിച്ചത് എന്തിനാണ്? അതിനകത്തുള്ള വിഷയത്തെ സംബന്ധിച്ച് അവർക്കറിയാം. വയഖൂലൂൻ, അവർ പറയും, യാ വൈലതനാ, ഞങ്ങളുടെ നാശമേ, മാലി ഹാദൽ കിതാബ്, ഈ കിതാബിന് എന്താണ് സംഭവിച്ചത്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, തെറ്റുകളിൽ ചെറുതും വലുതുമായത് ഒന്നുമേ ഉപേക്ഷിച്ചു കളയാതെ എല്ലാം കൃത്യമായി വിവരിച്ചിരിക്കുകയാണല്ലോ ഇത്. മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്! ഇങ്ങനെയുണ്ടോ? ചെറുതൊക്കെ വിട്ടുകളഞ്ഞൂടായിരുന്നോ? അതുപോലും അതിനകത്തുണ്ടല്ലോ. എല്ലാ ചെറുതും നമ്മൾ ഉണ്ടാവില്ല, അതൊന്നും ഇപ്പോൾ വലിയ വിഷയമല്ലല്ലോ എന്ന് വിചാരിക്കുന്നത് പോലും ആ കിതാബിൻ്റെ ഉള്ളിലുണ്ടാവും. വവജദു മാ അമിലു ഹാദിറ, അവർ ചെയ്ത അമലുകൾ മുഴുവൻ അവരുടെ മുമ്പിൽ സമർപ്പിതമായി ഹാജരായി അവർ കാണുക മാത്രമാണ് ഈ ചെയ്യുന്നത്. അവർ ചെയ്തതാണ് കാണുന്നത്. വലാ യദ്ലിമു റബ്ബുക അഹദാ, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ആക്രമിക്കുകയില്ല. ഒരാളോടും അല്ലാഹു അനീതിയോ അന്യായമോ ചെയ്യുകയില്ല. അതുകൊണ്ട് ആരും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലൊരു വക്കീല് പോലും ഇല്ലല്ലോ, എനിക്ക് അനുകൂലമായി ആരുണ്ടാവില്ലല്ലോ, അള്ളാഹുവിൻ്റെ വിധി എനിക്ക് പ്രതികൂലമായി ദുൽമായി പോയാലോ, അങ്ങനെ ഒന്നും പേടിക്കല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ, കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീൻ, എല്ലാ ശരീരവും എല്ലാ ശരീരവും എന്ത് ചെയ്തിട്ടുണ്ടോ ആ കർമ്മവുമായി നമ്മൾ പണയപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെയ്തതിനാണ് നമ്മൾ പണയപ്പെടുത്തിയിരിക്കുന്നത്. ആ ചെയ്ത അമലിനാണ് നമ്മുടെ ശരീരം പിടിച്ചു വെക്കപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യനവൻ്റെ കർമ്മങ്ങൾ ശ്രദ്ധിച്ച് കരുതലോടുകൂടെ നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടുമൊക്കെ ഈ ഉമ്മത്തിനോട് മൊത്തത്തിൽ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവിൻ്റെ ആ നിയമങ്ങൾ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനും പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇദാ കാന യൗമുൽ ഖിയാമ, അന്ത്യനാളായി കഴിഞ്ഞാൽ, നാദാ മുനാദിൻ അയ്യുക്കും അഹ്ലുൽ ഫദ്ൽ, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിളിച്ചു പറയാൻ അള്ളാഹു ഏൽപ്പിക്കുന്ന മലക്ക് ഉറക്കെ വിളിച്ചു പറയും, അയ്യുക്കും അഹ്ലുൽ ഫദ്ൽ, നിങ്ങളിൽ ആരാണ് ശ്രേഷ്ഠതയുടെ ആളുകൾ, അവരൊന്ന് മുന്നോട്ട് വരണം എന്ന് പറയും. ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുന്നു. നമ്മൾ ആ ഹദീസിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന മലക്കുകൾ അവരോട് പറയും. ഒരു കൂട്ടം ആളുകൾ, വലിയ മഹത്വമുള്ള ആളുകൾ. അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നു, ഇലാ ഐൻ, എവിടേക്കാണ് ഈ പോകുന്നത്? ഇലൽ ജന്ന, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഖബ്ലൽ ഹിസാബ്, വിചാരണക്ക് മുമ്പോ? ഖാലൂ നഅം, അതെ,
മൻ അൻതും, നിങ്ങൾ ആരാണ്? അഹ്ലുൽ ഫദ്ൽ, ഞങ്ങൾ അഹ്ലുൽ ഫദ്ലാണ്, ശ്രേഷ്ഠതയുടെ ആളുകളാണ്, അള്ളാഹു നൽകുന്ന അംഗീകാരത്തിന്റെ ആളുകളാണ്. അപ്പൊ ചോദിക്കും, വമാ കാന ഫദ്ലുക്കും, നിങ്ങൾ ചെയ്ത മഹത്വം എന്താണ്? ഖാലൂ, അവര് പറയും, കുന്ന ഇദാ ജുഹില അലൈന ഹലംന, ഞങ്ങളോട് അവിവേകം ചെയ്യപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമയോടുകൂടെ പ്രതികരിക്കുന്നവരായിരുന്നു. കുന്ന ഇദാ ജുഹില അലൈന ഹലംന, അവിവേകം ചെയ്യപ്പെട്ടാൽ, വിവരക്കേട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ക്ഷമയോടുകൂടെ അതിനെ പ്രതികരിക്കുക, ക്ഷമയോടുകൂടെ അതിനെ നേരിടുക. അത് ഞങ്ങളുടെ സ്വഭാവമായിരുന്നു. വഇദാ ദുലിംന സബർന, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, അതിനാണ് ദുൽമ് എന്ന് പറയാം. ഒരു കാര്യം അത് അർഹിക്കാത്തിടത്ത് കൊണ്ടുപോയി ചെയ്യുക എന്നർത്ഥം. അപ്പോ ഒരാൾ ആക്രമിക്കപ്പെടുന്നത്, എന്തെങ്കിലും ഒരാൾക്കൊരു പ്രയാസമുണ്ടാകുന്നത്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ സ്വബർന, ഞങ്ങൾ ക്ഷമിക്കുന്നവരായിരുന്നു. അല്ലാഹു തആല ക്ഷമിക്കാനുള്ള അവസരമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ടാക്കി തരുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. വഇദാ ഉസീഅ ഇലൈനാ ഗഫർന, നമ്മോട് എന്തെങ്കിലും തിന്മ ചെയ്യപ്പെട്ടാൽ ഗഫർന, നമ്മൾ മാപ്പ് ചെയ്തു കൊടുക്കുന്നവരായിരുന്നു. ഇതാണ് ഞങ്ങൾ ചെയ്ത മഹത്വം എന്ന് സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പോകുന്ന ഈ ആളുകൾ അള്ളാഹുവിൻ്റെ മലക്കുകളോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് അലി ഇബ്നുൽ ഹുസൈൻ തങ്ങളുടെ ഒരു അസറാൻ, മഹാനവറുകളുടെ ഒരു ഖൗലാണത്. അവരാണ് ഈ വിഷയം പറയുന്നത്. ഉദ്ഖുലുൽ ജന്ന ഫനിഅമ അജ്റുൽ ആമിലീൻ. ഉദ്ഖുലുൽ ജന്ന ഫനിഅമ അജ്റുൽ ആമിലീൻ. സ്വർഗ്ഗത്തിലേക്ക് കടന്നോളൂ, ഇത്രയും നന്മ ചെയ്ത ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര നല്ലതാണ്, അതുകൊണ്ട് കടന്നോളൂ എന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ പോകുന്ന ഒരു വിഭാഗം അഹ്ലുൽ ഫദ്ലാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അതിന് 3 വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുന്ന ഇദാ ജുഹില അലൈന ഹലുംന, അതായത് നമ്മളോട് അവിവേകം ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുക? വിവേകത്തോടുകൂടെ പെരുമാറുക എന്നതാണ്. വികാരത്തിനടിമപ്പെടാതെ വിവേകത്തോടുകൂടെ പ്രതികരിക്കുക. 1. വഇദാ ദുലിംന സബർന, നമ്മളോട് ആരെങ്കിലും ദുൽമ ചെയ്താൽ നമ്മളത് ക്ഷമിക്കുക. കാരണം ദുൽമ ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല എന്നാ. ചോദിച്ചാൽ അള്ളാഹു തആല അത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ദുആഇന് ഉത്തരം കിട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വരണമെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യണം? നമ്മളോട് ദുൽമ ചെയ്യണം. അപ്പോഴല്ലേ നമുക്കും ലൈസ ബൈനഹു വബൈനല്ലാഹി ഹായിൽ, അവൻ്റെയും അള്ളാഹുവിൻ്റെയും അല്ലെങ്കിൽ അവളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറ ഉണ്ടാവുകയില്ല. ചോദിച്ചാൽ അള്ളാഹു തആല കൊടുക്കും. അന്യായമായിട്ട് ഒരു കാര്യമില്ലാതെ വെറുതെ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യുക? ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് പിണക്കങ്ങളും വിഷയങ്ങളൊക്കെ സ്വാഭാവികമാണ് കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, സമൂഹങ്ങളിൽ, മറ്റു വിഷയങ്ങളിലൊക്കെ. അപ്പൊ ദുൽമ ചെയ്യുന്ന സമയത്താണ് ക്ഷമിക്കാൻ കഴിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നവരാണ് അല്ലെ. തങ്ങൾ അങ്ങനെയായിരുന്നു, തങ്ങൾ ഇങ്ങനെ ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഇങ്ങനെയാ, ത്വായിഫിൽ തങ്ങൾക്ക് കല്ലേറുണ്ടായപ്പോൾ തങ്ങൾ ഇങ്ങനെയാ പ്രതികരിച്ചത്, ചരിത്രമൊക്കെ നമ്മൾ കേൾക്കണില്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട്. നമ്മളിത് പറഞ്ഞാൽ മതിയില്ലല്ലോ, നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും, ഞാനടക്കമുള്ള ആളുകൾ. അപ്പോൾ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ വളരെ മാന്യമായും ക്ഷമയോടുകൂടെയും സഹനത്തോടുകൂടെയും അതിനെ നേരിടുക, അതിനുള്ള അവസരം അള്ളാഹു തരും. ചിലപ്പോൾ ചില പരീക്ഷണങ്ങളായിരിക്കും. ഇപ്പോൾ ഞാൻ ഇന്നലെ കുവൈറ്റിലുള്ള ഒരു വലിയൊരു പണ്ഡിതനെ കണ്ടുമുട്ടി, നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം ഇന്നലെ രാത്രി ഒരു 2 മണിക്ക് അപ്പോൾ ദീനിൻ്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ അദ്ദേഹം നടത്തുകയുണ്ട്. അദ്ദേഹം അവിടെ ഒരു ലജ്നത്തു തഅരീഫ് ബിൽ ഇസ്ലാം, ഇസ്ലാം അറിയിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയുടെ ഒരു ചെയർമാനാണ് അദ്ദേഹം. ഇന്ന് അവിടെ പ്രോഗ്രാമുണ്ട് തിരുവനന്തപുരത്ത്, അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ ഇന്നലെ വാഴ കഴിഞ്ഞപ്പോൾ രാത്രി അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി കണ്ടു. അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. രാത്രി 1 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ റൂമിലെത്തുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ നാട്ടുകാരൊക്കെ എന്താ ഈ പാതിര വരെ വേള കേൾക്കുമെന്ന് ചോദിച്ചു. കാരണം അവരൊക്കെ ആകെ 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ അല്ലേ. അറബ് നാടുകളിലൊക്കെ നിസ്കാരം കഴിഞ്ഞ ഒരു വാളുണ്ടെങ്കിൽ 10 മിനിറ്റ് 15 എഴുന്നേറ്റ് പോകും. അപ്പോൾ ഇത്രയും നേരമൊക്കെ ആൾക്കാർ ഇരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, നമ്മൾ കേരളക്കാരങ്ങനെയാണ്, അവരിയ്ക്കും.
ഏതായാലും അദ്ദേഹം ആ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിനെ പറ്റി അറിവില്ലായ്മ ഇന്നില്ല, ഇസ്ലാം ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല എന്ന വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെന്താണ് പരിഹാരം എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു 2 മണിക്കൂർ, ഒരു മണിക്കങ്ങ് കയറി 2:30 ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 10-18 വയസ്സുള്ള മോനുണ്ടായിരുന്നു കൂടെ, നല്ലൊരു വാപ്പയും നല്ലൊരു മോനും. അൽഹംദുലില്ലാഹ് അവർ ചെയ്യുന്ന സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കുവൈറ്റികളാണ്, പക്ഷെ വലിയ ദാഇകളാണ്, അവിടെ ദീനിന്റെ ദഅവത്ത് പ്രബോധനം ചെയ്യുന്ന ആളുകളാണ്. അൽഹംദുലില്ലാഹ്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വിഷയം, അദ്ദേഹം പറഞ്ഞു അവരുടെ നാട്ടിൽ കുവൈറ്റിൽ ഉണ്ടായൊരു സംഭവം അദ്ദേഹം പറയാം. അപ്പോൾ ഒരു ഖത്തീബാണ്, പ്രഭാഷണം ചെയ്യുന്ന ആളാണ്, ഖുതുബ നിർവഹിക്കുന്ന ആളാണ്, ദർസ് നടത്തുന്ന ആളാണ്, ഇമാമാണ്, ഖത്തീബാണ്, ഒക്കെയാണ്. അപ്പം അദ്ദേഹം ചെയ്യുന്ന ഒരു ചെറിയൊരു വിഷയം അവിടുത്തെ ഔഖാഫ് ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തെ. കാരണം അദ്ദേഹം മേലെയുള്ള തൻ്റെ ലീഡർഷിപ്പ് ടീമുമായി കൂടിയാലോചന ചെയ്യാതെ ചില വിഷയങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു വാർണിങ്ങോ എന്തോ കൊടുത്തതിൻ്റെ പേരിൽ പിറ്റേ ദിവസം അദ്ദേഹം ഖുതുബ നിർവഹിക്കുന്നു. അതിലാകമാനം മൻ അറാദ ബി ശർറൻ, എനിക്ക് ആരെങ്കിലും ഒരു ഷർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ അല്ലാഹു നശിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ആ അദ്ദേഹത്തിന്റെ മേലെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾക്കെതിരെയായി പിന്നെ പ്രസംഗം. ഇദ്ദേഹം പറയാൻ പൊതുജനങ്ങളായ ആളുകൾ ഇത് വീക്ഷിക്കുകയാണ്. കാരണം ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ സാധാരണക്കാരെങ്ങനെ പ്രതികരിക്കും? അപ്പൊ നമ്മുടെ വിഷയം ഇസ്ലാം അറിവില്ലായ്മയല്ല, നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു പേഴ്സണൽ വിഷയം വരുമ്പോൾ നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വലിയ വിഷയമാണ്. അദ്ദേഹം എത്രയോ നന്മകൾ ചെയ്ത മനുഷ്യനാണ്, പക്ഷേ സ്വന്തം വ്യക്തിപരമായൊരു വിഷയം അദ്ദേഹത്തിനൊരു വിഷമം വന്നപ്പോൾ അദ്ദേഹം ചീത്ത പറയാണ്, അടിച്ചാക്ഷേപിക്കുകയാണ്, അവർക്കെതിരെ ദുആ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതുപോലെയുള്ള ഒരു പ്രശ്നം നമ്മുടെ പൊതുസമൂഹത്തിൽ കിടക്കുകയാണ്. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ഷമയോടുകൂടെ മാനേജ് ചെയ്യാൻ, വളരെ സഹനത്തോടുകൂടെ അത് കൈകാര്യം ചെയ്യുക, ഇത് മുസ്ലിമിന്റെ ഒരു രീതിയാവണം. അദ്ദേഹം പറഞ്ഞതിന്റെ ആകത്തുക അതാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ അത് ജീവിതത്തിലേക്ക് പകർത്തുന്ന ആളുകൾ വളരെ വളരെ വിരളമാണ്. അത് സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക? ഇസ്ലാം മഹത്തരമാണ്. അദ്ദേഹം ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞു, അത് മഹോന്നതമാണ്. എൻ്റെ കൂടെ ഒരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ അദ്ദേഹം അറബി സംസാരിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മുസ്ലിമീങ്ങളായ ആളുകൾ തെറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ടോ? മുസ്ലിമീങ്ങളെ എല്ലാവരും ഒരുപോലെയാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല. മുസ്ലിമീങ്ങളെ ആളുകൾ കള്ളുടിക്കുന്നവരും അതുപോലെ തന്നെ മോഷണം ചെയ്യുന്നവരും നുണ പറയുന്നവരും ചീത്ത സ്വഭാവമുള്ളവരൊക്കെ അല്ലേ? ഉണ്ട്. എന്നാൽ അവരെ നോക്കിയിട്ട് ഇസ്ലാം പഠിക്കല്ല കേട്ടോ. ഇസ്ലാം പഠിക്കേണ്ടത് ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ കണ്ടിട്ടാണ് ഇസ്ലാം പഠിക്കേണ്ടത്. ഈ നടക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ട് ഇസ്ലാമിനെ വിലയിരുത്തല്ലേ. ഇസ്ലാം ഒന്ന് വേറെയാണ്. ഒരു മുസ്ലിം ഒരു പക്ഷെ അത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടാവില്ല. അവനെ കണ്ടിട്ട് ഇസ്ലാമിനെ വിലയിരുത്തരുത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയം അതാണ്. ഇദാ ജുഹില അലൈന ഹലംന, നമ്മളോട് എന്തെങ്കിലും അവിവേകം ചെയ്യപ്പെടുന്ന സമയത്ത്, വിവരക്കേട് പറയുന്ന സമയത്ത്, അന്യായങ്ങൾ പറയുന്ന സമയത്ത്, അനാവശ്യമായ ആക്ഷേപങ്ങൾ വിഷയങ്ങളൊക്കെ ഇടപെടുന്ന സമയത്ത് നമ്മൾ ക്ഷമയോടുകൂടെ പ്രതികരിക്കുന്നവരാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വലിയ ഭാഗ്യമല്ല. ഹിസാബില്ല, സ്വർഗ്ഗത്തിൽ പോയിക്കൂടെ. ആദ്യത്തെ വിഷയം അതാണ്. നമ്മളോട് അവിവേകം ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടെ പ്രതികരിക്കുക. വഇദാ ളുലിംനാ സബർന, നമ്മളോട് അക്രമം ചെയ്യപ്പെടുന്ന സമയത്ത് സബർന, നമ്മൾ ക്ഷമിക്കുക. ഓരോരുത്തർക്കും അവനവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉണ്ടാവും ഇത്തരം അനുഭവങ്ങൾ. അന്യായമായി ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെ വെറുതെ ടെർമിനേറ്റ് ചെയ്തു, ഒരു കാര്യമില്ല. മറ്റാരോ ചെയ്ത ഒരു തെറ്റ് ഇവന്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തു, അങ്ങനൊക്കെ സംഭവിക്കാം. ളുൽമ് ചെയ്യപ്പെടുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്യരുത്? പോകുന്ന പോക്കിൽ അവിടുത്തെ മൊത്തം സിസ്റ്റം ഹർബാനാക്കിയിട്ട് ഇനി ഈ കമ്പനി പൊളിയണം അങ്ങനെയൊന്നും പോകണ്ട. സബർന, ക്ഷമയോടുകൂടെ മഅസ്സലാമ, അങ്ങനെ പോകേണ്ടത്. അങ്ങനെ ചില ആൾക്കാരെ IT വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ പിരിച്ചുവിടുന്ന സമയത്ത് മൊത്തം സിസ്റ്റം ലോക്ക് ചെയ്ത് പോകാറുണ്ട്. ആർക്കും തുറക്കാനും കഴിയില്ല, പിന്നെ ആർക്കും പറ്റത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. ഇവരങ്ങ് കുടുങ്ങിക്കോട്ടെ. അങ്ങനെയൊന്നും ചെയ്യേണ്ട. സബറിന്റെ കൂലി കിട്ടൂല, ക്ഷമയുടെ കൂലി കിട്ടണ്ടേ? സബർന, ശരി. അല്ലാഹു തആല എനിക്ക് കണക്കാക്കിയ റിസ്ക് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചു. ഇനി അല്ലാഹ് കണക്കാക്കിയ റിസ്ക് വേറൊരു കമ്പനിയിലായിരിക്കും, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. സബർന, ക്ഷമയോടുകൂടെ മഅസ്സലാമ. വഇദാ ഉസിഅ ഇലൈനാ ഗഫർന, നമ്മളോട് എന്തെങ്കിലും തിന്മ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗഫർന, നമ്മളത് മാപ്പ് ചെയ്തു കൊടുക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ളൊരു വിശാല മനസ്സ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അങ്ങനെ വലിയ വിഷയമാണ്.
ഉസിഅ ഇലൈനാ ഗഫർന, നമ്മളത് മാപ്പ് ചെയ്ത് കൊടുക്കുക. ആരെല്ലാം നമ്മളോട് തിന്മ ചെയ്യുന്നുണ്ടോ അതിന് എന്നേക്കുമുള്ള വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, ചിലപ്പോൾ സംഘടനാ വൈരാഗ്യം കൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില വിഷയങ്ങൾ ഒരു സംഘടനയുടെ നിന്ന് പുറത്ത് ഇറങ്ങി നോക്കിയാൽ ചിലപ്പോൾ കാര്യം വ്യക്തമാവും, ഉള്ളിൽ നിൽക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ പലതും എഴുതി വിടുന്നതും പറഞ്ഞു വിടുന്നതും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. എന്നിലേറെ എൻ്റെ പേഴ്സണൽ വിഷയം തന്നെ പറയാം. ഞാൻ അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ അതിന് വല്ലാഹു അലൈഹി ഷഹീദ്, അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. എന്തോ ചേകനൂരിൽ നിന്ന് വരെ എഴുതിക്കണേ, അതൊക്കെ ഞാൻ പുറത്തു കൊടുത്തു ഇൻഷാ അല്ലാഹ്. അറിവില്ലായ്മ കൊണ്ടാണ്. അവരൊക്കെ സാധുക്കളാണ്. അവരെ കൂടെ കഴിഞ്ഞ ആളുകൾ ഇപ്പുറത്തേക്ക് മാറി നിന്നപ്പോൾ അവർക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങോട്ട് മാറി നിന്നാൽ മനസ്സിലാവും. അത് അറിവില്ലായ്മ കൊണ്ടാണ്, സാരമല്ല. ഇദാ ഉസിഅ ഇലൈനാ ഗഫർന, നമ്മളത് മാഫ് ചെയ്ത് കൊടുക്കുന്നു. അറിവില്ലായ്മ കൊണ്ട് ഖൗമുൻ ലാ യഫ്ഖഹൂൻ, പടച്ചോനെ ബുദ്ധിയില്ലാത്ത ഖൗമാണ്, അതുകൊണ്ട് പുറത്തു കൊടുക്കണേ. ഇതാണ് നബി തങ്ങൾ പറയാൻ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, പറഞ്ഞത് എന്താണെന്ന് മുഴുവൻ കേൾക്കുക പോലുമില്ല. അപ്പോഴേക്കും എന്ത് ചെയ്തു? ക്ലിപ്പടിച്ചു വിട്ടു. എന്താണ് പറഞ്ഞത്? മസ്അല എന്താണ്? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? മുഅ്തസിലികളുടെ വിശ്വാസം എന്താണ്? അത് രണ്ടും ഒന്നും പഠിച്ചു നോക്കാതെ ഒരൊറ്റടിക്ക് സുബ്ഹാന, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അത് വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു പ്രശ്നം ഉണ്ടാക്കി വിട്ടു. അപ്പൊ ഇങ്ങനെയാണ് ഖൗമിന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പറയാനുള്ളത് പറയാ. ഈ ചീത്ത പറയുന്നവരും വിളിക്കുന്നവരും അവരങ്ങനെ ഒരുപാട് അമല് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അതൊക്കെ അവർ ചെയ്യുന്ന വലിയ സേവനമാണ്. അതൊന്നും നമ്മുടെ സ്വന്തം ഉമ്മയും വാപ്പയും വരെ തരൂല. ചെയ്ത അമല് നമുക്ക് തരുമോ? ഇല്ല. അപ്പൊ നമ്മളോട് അത്രയും സ്നേഹമുള്ള ആളുകളാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്നേഹം മാനിക്കുകയും അതിനൊക്കെ പകരം നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. വഇദാ ഉസിഅ ഇലൈനാ ഗഫർന, നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളോട് വല്ലതും തിന്മ ചെയ്യപ്പെടുമ്പോൾ പുറത്തു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പറയാ. നമ്മളോട് വല്ല വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ വയലന്റ് ആയിട്ട് അവരെ ചീത്ത പറയാ, ബഹളം, അതൊന്നും വേണ്ട. കീപ് കാം. നമ്മൾ എന്ത് ചെയ്യുക? സൈലന്റ് ആയിട്ട് നിൽക്കുക. ഉദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളൂ. ഫനിഅമ അജ്റുൽ ആമിലീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ്. അതുകൊണ്ട് ലാ ഹിസാബ്, വിചാരണയില്ല, പൊയ്ക്കോളൂ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഗ്രീൻ ചാനലിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുന്ന ഒന്നാമത്തെ വിഭാഗം ഈ 3 വിഷയങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇടപെടുന്ന ആളുകളാണ്. അല്ലാഹു നമുക്കതിനൊക്കെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കി തരട്ടെ. ആമീൻ. വളരെ മോശക്കാരനായ ഒരു അയൽവാസി ഉണ്ടാകുമ്പോഴാ നമുക്കിതിന് കൂലി കിട്ടുക. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന, എന്തെങ്കിലും മാസത്തിൽ ചെലവിന് പോലും കൊടുത്തയക്കുന്ന അത്തരം അടുത്ത ബന്ധമുള്ള കുടുംബക്കാർ നമുക്കെതിരെ ഒരു പാരപണിയുമ്പോഴൊക്കെ ആയിരിക്കും ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാവുക. നമ്മളപ്പോഴേക്കും ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ പിൻവലിക്കുകയും ചെയ്യും, അവരോട് പിണങ്ങും ചെയ്യും, എന്നേക്കുമായി കട്ട് ഓഫ്. അങ്ങനെ ചെയ്യല്ലേ. അള്ളാഹു നമുക്ക് ഈ ക്ഷമണ്ടോ എന്ന് പരിശോധിക്കാൻ ചില അവസരങ്ങൾ തരും. അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. കാരണം ഏതൊരു മനുഷ്യനും ഇഫ് ഈസ് നോട്ട് പുട്ട് ഇൻ ടു ട്രയൽ, നമ്മളൊരു പരീക്ഷണത്തിന് വിധേയമായിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സ്ഥലസ്വഭാവം അറിയാൻ കഴിയില്ല. തീച്ചൂളയിൽ ചൂടാക്കിയാൽ ഒരു മനുഷ്യന്റെ പൊന്ന് ഒറിജിനൽ ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ജ്വല്ലറിക്കാരൊക്കെ പഴയത് കൊണ്ടുകൊടുത്താന്ന് ചൂടാക്കി കൊണ്ടുവരൂലേ? തീയിലിടണം. തീ എന്ന് പറഞ്ഞത് സഹിക്കാൻ പറ്റാത്ത സാധനമാണ്. അപ്പൊ നമുക്ക് സഹിക്കാൻ പ്രയാസമുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ അതിന്റെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുള്ളൂ. അതാണ് ഇതിന്റെ ആകത്തുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്റെ സ്വന്തം നഫ്സിനോട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, അഹ്ലുൽ ഫദ്ലിൽ പെടാൻ നമുക്ക് സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് എത്തും. പിന്നെ കിതാബ് കയ്യിൽ കിട്ടുകയോ അല്ലെങ്കിൽ ഹിസാബിന്റെ ബേജാറോ വിഷമങ്ങളോ ഒന്നും ആവശ്യമില്ല. എന്താകും? ഒന്നും വിഷമിക്കേണ്ട. ഇലൽ ജന്ന ഉദ്ഖുലുൽ ജന്ന ഖാലു, അല്ലാഹുവിന്റെ മലക്കുകൾ പറയും ഉദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. ഫനിഅമ അജ്റുൽ ആമിലീൻ. ثم ينادي مناد, പിന്നെ ഒരാൾ വിളിച്ചു പറയും, അല്ലാഹുവിന്റെ മലക്ക്, ലിയഖും അഹ്ലുസ് സബ്ർ, ക്ഷമയുടെ ആളുകൾ എഴുന്നേറ്റ് വരട്ടെ. ക്ഷമയുടെ ആളുകൾ, ക്ഷമിച്ചവരൊക്കെ ഒന്ന് വരട്ടെ. ഫയഖൂമു നാസും മിനൻ നാസ്, ഒരു വിഭാഗം ആളുകൾ അവിടെ എഴുന്നേൽക്കുന്നു. വഹും ഖലീൽ, കുറച്ചേ ഉണ്ടാവുള്ളൂ. സ്വർഗ്ഗത്തിലേക്ക് പോവാണ്. അപ്പൊ സെക്യൂരിറ്റിക്കാർ, മലക്കൾ, എങ്ങോട്ടാ? സ്വർഗ്ഗത്തിലേക്കാണ്. അതേ ചോദിക്കും, എന്തേ നിങ്ങൾ ചെയ്തത്? എന്തിനെ നിങ്ങൾ പോകുന്നു? ഹിസാബിന്റെ മുമ്പോ? അതെ, ഞങ്ങളോട് പോവാൻ പറഞ്ഞു. എന്തേ നിങ്ങൾ ചെയ്തത്? നഹ്നു അഹ്ലുസ് സബ്ർ വമാ കാന സബ്റുക്കും, എന്താണ് നിങ്ങൾ ചെയ്ത ക്ഷമ?
നേരത്തെ പറഞ്ഞ ക്ഷമയല്ല, ഈ പറയുന്ന ക്ഷമ എന്താണെന്ന് അവർ വിശദീകരിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഖാലു, എന്താണ് നിങ്ങൾ ചെയ്ത ക്ഷമയെന്ന് ചോദിക്കുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ടാമത്തെ വിഭാഗം അഹ്ലുസ് സബ്ർ, വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം പറയും, സബ്ബർനാ അൻഫുസനാ അലാ ത്വാഅത്തില്ലാഹ്, സബ്ബർനാ അൻഫുസനാ അലാ ത്വാഅത്തില്ലാഹ്, ഞങ്ങളുടെ ശരീരത്തോട് ക്ഷമ പരിപാലിക്കാൻ വേണ്ടി, ക്ഷമശീലിക്കാൻ വേണ്ടി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ക്ഷമിപ്പിച്ചവരാണ്. ഞങ്ങളുടെ നഫ്സിനോട് ക്ഷമ പാലിച്ചു. എന്തിന്? അലാ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി. നിസ്കരിക്കാൻ പ്രയാസമുള്ള സമയമാണ്, അപ്പോൾ നല്ല ക്ഷമ വേണ്ടി വരും. നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്, നോമ്പ് നോൽക്കാൻ മടി തോന്നുന്നു, ക്ഷമിച്ചിട്ട് നോമ്പ് നോൽക്കുന്നു. ഒരു നന്മ ചെയ്യാൻ വലിയ മടി തോന്നുന്നു, ഇപ്പം എന്തെങ്കിലും സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖൈറു സ്വദഖ, സ്വദഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ എന്നോ അഫ്ദലു സ്വദഖ എന്നോ പറഞ്ഞിട്ടുള്ള ഒരു സ്വദഖയുണ്ട്. അൻത തസദ്ദഖ വ അൻത സ്വഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖറ, ആ സമയത്ത് ചെയ്യുന്ന സ്വദഖയാണ്. എപ്പോ? അൻത സ്വഹീഹുൻ, നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ, ഷഹീഹുൻ, പിശുക്ക് തോന്നുന്നു, ഞാൻ കൊടുത്താൻ എൻ്റെ കാര്യം കഷ്ടത്തിലാവുമല്ലോ പടച്ചവനെ എന്ന് തോന്നുന്നു, തഖ്ശൽ ഫഖറ, ഞാൻ ഈ പൈസ കൊടുത്താൽ എനിക്ക് ദാരിദ്ര്യം വരുമല്ലോ എന്ന് നിങ്ങൾ പേടിക്കുന്നു. ആ അവസ്ഥയിൽ നിങ്ങൾ ചെയ്യുന്ന സ്വദഖക്ക് വലിയ കൂലിയാണ്. അവിടെ നമ്മൾ നന്നായി ശരീരത്തെ ക്ഷമിപ്പിക്കേണ്ടി വരും. കൊടുക്കല്ലേ, ആകെ 100 റുപ്യല്ലേ കയ്യിലുള്ളൂ, 100 കൊടുക്കണ്ട, എന്ത് ചെയ്താ അതിൻ്റെ 10 കൊടുക്കാലോ. 10 കൊടുത്താൽ പിന്നെ 90 ഉണ്ടാവൂ. ആരോഗ്യമുള്ള അവസ്ഥയിൽ. എന്താ പറയാൻ കാരണം എന്നറിയോ? സക്കറാത്തിൽ മൗത്തിൽ കിടക്കുകയാണ്. ഇനിയിപ്പോ എന്തിനാ പൈസന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, എനിക്ക് ആരോഗ്യമൊക്കെ കഴിഞ്ഞില്ലേ. അതല്ല, ഇനിയും ജീവിക്കുമെന്ന പ്രതീക്ഷയുണ്ട്, ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളുണ്ട് എന്ന് ആ ഒരു ചിന്തയിൽ ജീവിക്കുകയാണ്. പൈസക്ക് ആവശ്യമുണ്ട്, ആരോഗ്യമുണ്ട്, മരിക്കാൻ കിടക്കുകയല്ല, സക്രാത്തിൽ കിടക്കുകയല്ല. ഷഹീഹുൻ, പിശുക്കാൻ തോന്നുന്നു, കൊടുക്കണ്ട എന്ന് മനസ്സ് പറയുന്നു. തഖ്ശൽ ഫഖറ, ഇത് കൊടുത്താൽ ദാരിദ്ര്യം വന്നു പോകുമല്ലോ എന്ന് പേടിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന വളരെ ചെറുതാണെങ്കിലും അത് നിങ്ങളുടെ ദാനധർമ്മങ്ങളിൽ വലിയ പ്രതിഫലമുള്ളതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരു നന്മ ചെയ്യാൻ നമ്മുടെ ശരീരത്തെ ക്ഷമിപ്പിക്കേണ്ടി വരും. നന്നായി നീ നടങ്ങിയിരിക്കേ, ഞാനങ്ങ് ചെയ്തോട്ടെ. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നല്ലത്, ആരെ അറിയിക്കാതെ. കാരണം ഏതെങ്കിലും നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ തന്നെയും ചോദിക്കും, അത് വേണ്ടിയിരുന്നോ, ഇപ്പൊ ഈ കഷ്ടപ്പാടുള്ള നേരെ തന്നെ വേണോ, വീട് പണി നടക്കല്ലേ, കുട്ടിന്റെ കല്യാണം വരാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വസ്വാസാക്കുക, ചെയ്ത അമ്പലം കണ്ട് മുടക്കും. അപ്പം എന്ത് ചെയ്യണ്ട, അവരോടൊന്നും പറയണ്ട, ഒറ്റയ്ക്ക് ചെയ്താൽ മതി. ആ ഒരു കൂലി കിട്ടാൻ വേണ്ടി എപ്പോഴെങ്കിലും അവസരം കിട്ടുമോ നോക്കുക. കയ്യിലൊന്നുമില്ല, വളരെ എണ്ണിച്ചുട്ടതേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ, അതിന്ന് എന്തെങ്കിലും ഒരു ചെറുതെങ്കിലും കൊടുത്തിട്ട് ഈ കൂലി കിട്ടാൻ വേണ്ടിയുള്ള സ്വതക്ക ചെയ്തേക്കണം. എപ്പോഴെന്നറിയോ? നമ്മൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, വിഷമത്തിലിരിക്കുകയാണ്, ആ സമയത്താണ് വലിയൊരു വിഷമമുള്ള ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ചെറിയൊരു സഹായം, ഒരു 5 രൂപയെങ്കിലും കൊടുക്കുക. ഇതിൽ നിന്ന് കൊടുക്കുന്നു, വളരെ കഷ്ടത്തില, റബ്ബേ എനിക്കിനി പൈസ കിട്ടുമെന്ന് പോലും അറിയില്ല, അതിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ്. അത്തരം അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴേ അള്ളാഹു തരുള്ളൂ. ആ കൂലി കിട്ടണമെങ്കിൽ ആ സന്ദർഭം വരണം, അപ്പോഴല്ലേ ആ കൂലി കിട്ടി. അപ്പൊ അത്തരം ചില സന്ദർഭങ്ങളൊക്കെ ചില ജീവിതത്തിൽ വരുന്നത് ഇതുപോലെയുള്ള ഖൈർ സ്വദഖ ചെയ്യാനുള്ള അവസരം അല്ലാഹു തരികയാണ്. അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ആ ഒരു പോസിറ്റീവ് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് അള്ളാഹുവിന്റെ ഹിക്മത്ത് മനസ്സിലാവും. എന്നെ അള്ളാഹു എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു, ഈ ഒരു സ്വദഖന്റെ കൂലി കിട്ടണമെങ്കിൽ നീ ഇപ്പത് ചെയ്തേക്കണം. നാളെ നിനക്ക് നല്ല ജോലി റാഹത്തായി കഴിഞ്ഞു, പിന്നെ ഇതിന് അവസരമില്ലല്ലോ. നിന്നെ അനുസരിക്കാൻ വേണ്ടി അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ ക്ഷമശീലിപ്പിച്ചവരാണ്. തിന്മകളിലേക്ക് പോവാതെ ശരീരത്തെ ഞങ്ങൾ തടഞ്ഞു വെച്ചവരാണ്. തിന്മയിലേക്ക് പോവാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. തിന്മയിലേക്ക് പോവാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഇന്നത്തെ ന്യൂജൻ കുട്ടികളൊക്കെ ചിന്തിക്കുന്നത് ഫ്രീഡത്തെ കുറിച്ചാണ്. എന്താണ് ഫ്രീഡം? എന്താണ് ഫ്രീഡം? അൻത ഹുർറുൻ മാ ലം തദുർ എന്ന് പറയും അറബിയില്. യു ആർ ഫ്രീ ആസ് ലോങ് ആസ് യു ഡോണ്ട് ഹേർട്ട്. ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത കാലത്തോളം നീ സ്വാതന്ത്ര്യമുള്ളവനാണ് എന്നതാണ് ഇന്നത്തെ അള്ളാന്റെ ഭൂമിയിൽ ജാതി മതങ്ങൾ ഒന്നും നോക്കാതെ ആളുകൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഡെഫിനിഷൻ അതാണ്. നിന്റെ കൈ നിനക്ക് നീട്ടാൻ സ്വാതന്ത്ര്യമുണ്ട്, മറ്റവന്റെ മൂക്കത്തെത്തരുത്, അതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യണം, അതുവരെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. മൂക്ക തോണ്ടാൻ പാടില്ല, അവന്റെ മുഖത്ത് തോണ്ടരുത്, അവന്റെ ദേഹത്ത് ഉപദ്രവമായി കൊള്ളരുത്, അതുവരെ
അതുവരെ അൻത ഹുർറുൻ മാ ലം തദുർ. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നാ. അതല്ല സംഗതി, അതിന്റെ ഡെഫിനിഷൻ അതല്ല. ഒരു ചെറുപ്പക്കാരും പറയും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രയാസമല്ല, ഞങ്ങൾക്ക് വ്യഭിചരിച്ചൂടെ. അതിപ്പോൾ ഈ ഡെഫിനിഷൻ്റെ അണ്ടറിൽ വരും. ഞങ്ങൾ രണ്ടുപേർക്കും ഒരു പ്രയാസമല്ല. അങ്ങനെയല്ല. മാലം തദുർ ദീനക, നിന്റെ ദീനിന് നീ പ്രയാസം വരുത്താത്ത കാലത്തോളം നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിന്റെ ദീനിന് പ്രയാസമുണ്ടോ, നിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണോ, അവിടെ നിന്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. You are free as long as you don't violate the rules of Allah. അതാണ് നമ്മുടെ ഫ്രീഡം. ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട ഫ്രീഡം അതാണ്. അള്ളാഹുവിന്റെ റൂൾസിനെ വയലേറ്റ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഫ്രീഡം. ഒരു മനുഷ്യൻ എന്തും ചെയ്യാം. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ നിയമത്തെ മറികടക്കാത്ത കാലത്തോളം അവൻ ഫ്രീ ആണ്. ആ ഒരു ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് ഏറ്റവും വലിയ ആവശ്യം സ്വബറാണ്. കാരണം കൂട്ടുകാർ മുഴുവനും വഴിവിട്ട് ജീവിക്കുന്ന അവസ്ഥയിൽ പടച്ചവനെ, എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇന്ന് ഒരു പിക്നിക്കിന് ഞാൻ പോവേണ്ട ആളാ, പക്ഷെ ഞാൻ പോയാൽ ഇന്നവിടെ കള്ളുകൂടിയും മറ്റു ഏർപ്പാടുകളൊക്കെ ഉണ്ടാവും, ഞാൻ പോകുന്നില്ല. അവര് ഇന്ന തിന്മകൾക്ക് പോകുന്നവരാണ്, പടച്ചവനെ ഞാൻ പോകുന്നില്ല. ആഗ്രഹം തോന്നുന്നു മനസ്സിൽ, പക്ഷെ ഞാൻ പോകുന്നില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ട് പോകാതിരിക്കുന്നത് ആ തിന്മയിലേക്ക് പോവാതെ ശരീരത്തെ പിടിച്ചു വെക്കലാണ്. ഈ രണ്ട് ക്ഷമയും നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോവാൻ കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതൊരു തിന്മയും അങ്ങനെയാ. ഒരു തിന്മ ചിലർ പറയില്ല എന്നെ കൊണ്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല, ആ തെറ്റ് എനിക്ക് വന്നു പോകുന്നു, എനിക്ക് എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സംഭവമില്ല. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നീ മനുഷ്യനാണോ, മുക്കല്ലഫായ അള്ളാഹുവിന്റെ നിയമം ബാധകമായ ബാലിഗും മുക്കല്ലഫും ആഖിലുമായ ഒരു മനുഷ്യനാണോ, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹം അത്രക്കങ്ങ് നമ്മുടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിചാരത്തെക്കാളും മറികടന്ന് വരുമ്പോഴാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ടിരിക്കുക. ചിലരങ്ങനെ പറയും ആ തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ ബാക്കിയൊക്കെ ഞാൻ ഓക്കെയാണ്. അതുമാത്രം അങ്ങനെ ഒരു സംഭവമില്ല. അതടക്കം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ഒരു ക്ഷമ വേണം. തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം, നന്മ ചെയ്യാനും ക്ഷമ വേണം. നമ്മുടെ ശരീരത്തെ നമ്മളതിനെ പാകം ചെയ്തിരിക്കണം. അപ്പൊ കുട്ടികളൊക്കെ തർബിയത്ത് ചെയ്യുന്ന വിഷയങ്ങളിൽ പറയാറുണ്ട് കുട്ടികൾക്ക് ചോയ്സ് കൊടുക്കണം എന്നാണ്. എന്നിട്ട് അവർക്ക് ചെറുപ്പത്തിലെ ആദ്യത്തെ 5 വയസ്സ് വരെയുള്ള കാലം ഉണ്ടല്ലോ, 5 വയസ്സ് വരെയുള്ള പ്രായം, ആ പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന തർബിയത്താണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. 5 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ മാറ്റം ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ആ ഒരു 5 വയസ്സിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന തിരുത്തലുകൾ. ഒരു ഉദാഹരണം വരെ, കുട്ടിയെ കൊണ്ടൊരു വാപ്പ ഒരു കുട്ടിയെ കൊണ്ടുപോയി ഒരു കുട്ടിക്ക് ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഉദാഹരണം പറയാം. നമ്മൾ കൊണ്ടുപോയിട്ട് മോനെ ഇത് എടുത്തോ, കുട്ടി എടുത്ത് ധരിക്കും. അവനൊരു ചോയ്സ് ഒന്നും കിട്ടിയില്ല, വാപ്പ കൊണ്ടുവന്നല്ല, അൽഹംദുലില്ലാ, അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ആ ഒരു 4-5 വയസ്സുള്ള മോൻ അത്യാവശ്യം ചിലതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രായം, അവനെ കൊണ്ടുപോയി അവന് ചെറിയൊരു ചോയ്സ് കൊടുക്കുന്നു. മോനെ ഇത് വേണോ ഇത് വേണോ, ഇതിന് ഇത്രയാണ് ഇതിൻ്റെ വില. പക്ഷേ നമുക്ക് ഇത്രയും വില കൊടുക്കാതെ തന്നെ ഈ നല്ല ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് ഇപ്പുറത്ത് ഇവിടെ കിട്ടാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര സേവ് ചെയ്താൽ മോൻ അതുകൊണ്ട് സ്കൂളിലേക്കുള്ള പെൻസിൽ കേസ് വാങ്ങിക്കാം, മോൻ അതുകൊണ്ട് മറ്റേതെങ്കിലും മോനൊരു ബുക്ക് വാങ്ങിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു മോനെ, ഇത് വേണോ ഇത് വേണോ, കുട്ടിയെ ഒന്ന് ചിന്തിപ്പി ഒരു ചോയ്സ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് നാളെ നമ്മുടെ മക്കൾ വലുതായി കഴിഞ്ഞാൽ കള്ളു കുടിക്കുന്നൊരു അവസ്ഥ വരുന്നു, ഇപ്പുറത്ത് പാനീയമുണ്ട്, ഞാൻ ഏത് ചെയ്യണം? ഈ ചോയ്സ് ഇല്ലാത്ത മക്കളെ പെട്ടെന്ന് പിശാച് വലിച്ചു കൊണ്ടുപോവുക. കാരണം അവർക്ക് ഡിസിഷൻ മേക്കിംഗ് കഴിയില്ല, തീരുമാനമെടുക്കാൻ കഴിയില്ല. മോനെ ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ്, ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ല, നമ്മൾ ഏത് വേണം? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതായിക്കോട്ടെ, അൽഹംദുലില്ലാ. ഈ ചോയ്സ് ചെറുപ്പത്തിലെ മക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലുപ്പത്തിൽ ഇത് വളരെ ഈസിയാണ്. അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു ജീവിക്കുന്ന മക്കളാണ് ഇനിയൊരു കാലഘട്ടം. അങ്ങനെയാണ്, നമുക്കൊന്നും അവരെ കാണാൻ പോലും കിട്ടൂല. വല്ല വാട്സപ്പ് മെസ്സേജൊക്കെ കിട്ടുക എന്നല്ലാതെ വാട്സപ്പ് വോയിസ് ഒക്കെ ഉണ്ടാവുള്ളൂ. മാതാപിതാക്കളെ ഒന്ന് കാണുന്ന ഏർപ്പാടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ബാര്യങ്ങളായി മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. വലിയ വിഷമുള്ള കാലമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തിന്മയിലേക്ക് പോകാതെ ശരീരത്തെ ക്ഷമശീലിപ്പിക്കലാണ്. അത്തരം ആളുകൾക്ക് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള വിചാരണയില്ലെന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്ന് മനസ്സിലാക്കിയ വിവരം അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരുന്നു. ഉദ്ഖുലുൽ ജന്ന ഫനിഅമ അജ്റുൽ ആമിലീൻ, സ്വർഗ്ഗത്തിലേക്ക് കടന്നോളൂ, നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര നല്ലതാണ്. അഹ്ലുസ് സബ്ർ,
അള്ളാഹു നമ്മെ ക്ഷമയുടെ ആളുകൾ പെടുത്തി തരട്ടെ. സുമ്മ യുനാദി മുനാദിൻ, വീണ്ടും അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുന്നു, ലിയഖും ജീറാനുല്ലാഹ്, അള്ളാഹുവിന്റെ അതിഥികൾ, അള്ളാഹുവിന്റെ അയൽവാസികൾ എഴുന്നേൽക്കട്ടെ. അള്ളാഹുവിന്റെ അയൽവാസികൾ എഴുന്നേൽക്കട്ടെ. അള്ളാഹിന്റെ അയൽവാസികളോ? അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ആരെയാണ് ഉദ്ദേശിച്ചത്. ഫയഖൂമു നാസും മിനന്നാസ് വഹും ഖലീൽ, ജനങ്ങളിൽ നിന്ന് മുഴുക്കെ ഒരൽപ്പം ആളുകൾ അവിടെ എഴുന്നേൽക്കുന്നു. അവർ കുറച്ചേ ഉണ്ടാകൂ. അവരോടും പറയും, സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. മലക്കുകൾ തടഞ്ഞു വെക്കുന്നു. എന്താണ് വിഷയമെന്ന് ചോദിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ അയൽവാസികളാണ്. ലിമ ജാവറതുമുല്ലാഹ ഫീ ദാരിഹി, എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ അവന്റെ വീടിന്റെ അരികത്ത് പോയിരുന്നത്? അള്ളാഹിന്റെ വീടിന്റെ അരികത്ത് നിങ്ങൾ ഉണ്ടായോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എന്താ നിങ്ങൾ ചെയ്തതിന്റെ പൊരുൾ എന്ന് മലക്കുകൾ അവരോട് ചോദിക്കുമ്പോ ഇവര് പറയും, കുന്നാ നതജാവറു ഫില്ലാഹ് വനതജാലസു ഫില്ലാഹ് വനതബാദലു ഫില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവേ, നമ്മളെ ക്ലാസ്സൊക്കെ ഈ വകുപ്പിൽ പെടുത്താൻ പറ്റും, നല്ല നിയ്യത്തുണ്ടായാലേ. കുന്നാ നതജാവറു ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സന്ദർശിച്ചവരായിരുന്നു ഞങ്ങൾ. അല്ലാഹുവിന് വേണ്ടി സന്ദർശിച്ചു. ഒരാളെ നമ്മൾ സന്ദർശിക്കുന്നു, കാണാൻ ആഗ്രഹം ഉണ്ടാവുന്നു, ഒന്നും ഉണ്ടായിട്ടല്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒരു നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് അയാളോട് ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നല്ല സൗഹൃദ ബന്ധം വേണം. വെറും കടം വാങ്ങിക്കാൻ മാത്രമാവണ്ട ബന്ധങ്ങൾ. അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്നവരാണ്. അതിൽ അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ പെടുത്തി തരട്ടെ. അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചിരിക്കുക. ഈ ഇരുത്തം അങ്ങനെയാണ്. ഇവിടെ ദുആഇന് ഉത്തരം കിട്ടുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. നിങ്ങൾ വരുന്നത് ഇഖ്ലാസോടുകൂടിയുള്ള വരവാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഇതിനൊക്കെ തൗഫീഖ് നൽകിയില്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു സമ്പാദ്യം കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു മജ്‌ലിസിൽ ഇരിക്കാൻ, ഇതിപ്പോൾ നാട്ടിൽ പോയാൽ ഞങ്ങളൊന്നും കിട്ടൂല. എനിക്കറിയാം, നാട്ടിൽ പോയാൽ ഒരൊറ്റ മഖ്ലൂക്കിനെ കിട്ടൂല, എല്ലാവരും ബിസിയാണ്. ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന പോലെ, എന്നാൽ നമുക്ക് നാട്ടിലേറെ തിരക്ക് ശരിക്കും ഇവിടെയാണ്. പക്ഷെ നമ്മുടെ സമയം ഇച്ചിരി ഓർഗനൈസ്ഡ് ആണ്. ഇവിടെ സമയം സ്ട്രക്ചേർഡാണ്. ഇത്ര മുതൽ ഇത്ര വരെ ജോലി, അത് കഴിഞ്ഞ് ഇത്ര വരെ നമുക്ക് ഒഴിവ് സമയം, അതിനുള്ളിൽ ഇത്ര സമയം നമുക്ക് ഖുർആൻ ക്ലാസ്സിന് പോവാം, ഇത്ര സമയം നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് പോവാം. അൽഹംദുലില്ലാഹ്. നാട്ടിൽ ചെന്നതൊന്നും നടക്കൂല. കുറേ ആളുകൾ ഗൾഫ് വിട്ട് പോവാത്തതിൻ്റെ ഒരു കാരണം തന്നെ ഇബാദത്ത് ചെയ്യാൻ എത്ര സൗകര്യമുള്ള സ്ഥലം നാടിലേറെ ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ സമ്പാദ്യം ഇവിടെ നിന്ന് കിട്ടുന്ന ഇബാദത്താക്കി മാറ്റാം. ഇവിടെ കിട്ടുന്ന പൈസയിലേറെ വലിയ സമ്പാദ്യം ഈ ഇബാദത്താണ്. അള്ളാഹു നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമുക്ക് സമയം ഇത്രയും കൂടുതൽ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം വേറെ എനിക്ക് തോന്നുന്നില്ല. നാട്ടിൽ പോയി എനിക്ക് പറ്റാറില്ല. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു, ഇവിടെ നിന്നൊക്കെ പറയും ഓരോരുത്തർ, സ്ഥലം നാട്ടിൽ പോയിട്ട് കാണട്ടോ വരണട്ടോ വീട്ടിൽ. എന്ത് നാട്ടിൽ ചെന്നാൽ എത്രയോ മറ്റു തിരക്കുകളായി പോകും. നമുക്ക് വിചാരിച്ച് പ്ലാൻ ചെയ്തൊന്നും നടക്കൂല. അതുണ്ടാവുക. സർപ്രൈസായിട്ട് ചെയ്യുന്നതൊക്കെ നടന്നേക്കും. നാട്ടിലേക്ക് പോകണോ, അവിടെ തന്നെ സ്ഥിരമാവണോ, നാട്ടിൽ തന്നെ കൂടണോ എന്നൊക്കെ ആലോചിക്കാം. പക്ഷേ എന്തായാലും ഇവിടെ കിട്ടുന്ന ഈ ഒരു സ്വസ്ഥമായി നമുക്കൊന്ന് ഇരിക്കാനും പഠിക്കാനും വായിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള ഈ ഒരു സൗകര്യം നാട്ടിൽ ചെന്നാൽ കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടണോലുണ്ടാവും ചിലപ്പോൾ, അങ്ങനത്തെ പോയിക്കോളി. അപ്പം അൽഹംദുലില്ലാഹ്. അപ്പം ആ ഒരു വലിയൊരു നന്മ നമ്മുടെ ഈ പ്രവാസ ലോകത്തിൻ്റെ ഒരു നന്മയാണ്. അതിൻ്റെ നന്മ നമ്മൾ കാണണമല്ലോ. നമ്മുടെ സമയത്തിന് വില കാണുന്നു. ആ വിലപ്പെട്ട സമയം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഒരുപാട് നന്മകൾ നമ്മുടെ നാട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ പ്രവാസികൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. അൽഹംദുലില്ലാഹ്. അപ്പം നതജാലസു ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ. അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചിരുന്നവരായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അടുത്തുള്ള പേരൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. റൈറ്റ് ടു ലെഫ്റ്റ് ഇരിക്കുന്നവരെ ഇല്ല? റൈറ്റ് ടു ലെഫ്റ്റ് ഇരിക്കുന്നവരെ പേരറിയുന്നവരൊക്കെ ഒന്ന് കൈപ്പൊക്കിയാട്ടെ. അത് ശരി. ഇതൊന്നും കൂടെ ഇരിക്കാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ബസ്സിലൊക്കെ ഇരിക്കണില്ലേ, ട്രെയിനിലൊക്കെ. അപ്പൊ ഒന്ന് പരിചയപ്പെട്ട് സലാം പറഞ്ഞ് അല്ലേ, ഇൻഷാ അല്ലാഹ് ഒന്ന് സലാത്തിൽ ഇരുന്നിട്ട് അപ്പുറപ്പുറം നാടും വീടൊക്കെ ചോദിച്ചോളൂ ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. നിങ്ങൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, എന്ന് പരിചയപ്പെട്ടേക്ക്. ഒരു 30 സെക്കൻഡ് ഉള്ളൂ കേട്ടോ.
3, 2, 1, 0. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. നമ്മളെ സ്കൂളിൽ അങ്ങനെ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ബ്രെയിൻ സ്റ്റോമിങ് ആക്ടിവിറ്റി കൊടുക്കും. എന്ത് ചെയ്യുക? ടോക്ക് ടു യുവർ ഷോൾഡർ പാർട്ട്ണർ. ഒരു ഇഷ്യൂ കൊടുക്കുന്നു, ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഷോൾഡർ പാർട്ട്ണറോട് ഡിസ്കസ് ചെയ്യുക. യു ഹാവ് 1 minute, 1 minute സമയം. നമ്മൾ ടൈമർ കൊടുക്കും. കൗണ്ട് ഡൗൺ സമയമായി കഴിഞ്ഞാൽ ടീച്ചർ കൈപൊക്കിയാൽ പിന്നെ വിദ്യാർത്ഥികൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് സ്കൂളിലെ സിസ്റ്റം കേട്ടോ. നമ്മൾ സ്കൂളൊന്നുമല്ല, പക്ഷെ ഞങ്ങളോട് പറയണം. അവിടെ ചില നന്മകൾ അങ്ങനെ ഉണ്ട്. നമുക്ക് ഒരാൾക്കൊരു കാര്യം പറയണം, ഒരു ചോദ്യം ചോദിക്കണം, ഇങ്ങനെ ഇരുത്തത്തിൽ ഇങ്ങനെ ചോദിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കൈപൊക്കുക അല്ലേ? കൈപൊക്കിയിട്ട് വെയിറ്റ് ചെയ്യുക. ആരാണോ ആ സെഷൻ ലീഡ് ചെയ്യുന്നത് അദ്ദേഹം അതിന് പെർമിഷൻ കൊടുക്കുന്നു. നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ എല്ലാവരും കേൾക്കുന്നു. വളരെ നല്ലൊരു ഡിസിപ്ലിൻ. ഒരു ക്ലാസ് റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. എനിക്ക് തോന്നുന്നു സ്കൂൾ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ രസം തോന്നൽ ഇവിടെ പഠിപ്പിക്കുമ്പോഴാണ്. അൽഹംദുലില്ലാ. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പഠിക്കേണ്ടെന്ന് വിചാരിച്ചു വരുന്ന മക്കളാണ്. അവരെ പഠിപ്പിച്ചാൽ ആദ്യം അത് പഠിക്കേണ്ട സംഗതിയാണെന്ന് ആദ്യം മനസ്സിലാക്കി കൊടുക്കണം, എന്നിട്ട് പഠിപ്പിക്കണം. അപ്പോൾ കുറേ സമയം അതിൻ്റെ ഓർഗനൈസേഷന് വേണ്ടി ചിലവായി പോവും. അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടില്ലേ? അപ്പോൾ ഇടക്കിടക്ക് ഈ പരിചയമുള്ള ആളുകൾ ഒരുമിച്ചിരുന്നാൽ മതി. അല്ല, പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ ആൾക്കാരത്ത് ഇരിക്കുമെന്ന് പരിചയപ്പെട്ട സലാം പറഞ്ഞിട്ട് കേട്ടോ ഇനി എന്നും അങ്ങനെ ചെയ്തേക്ക്. അപ്പോൾ ആ ഒരു മുത്തജാലിസ്, കൂടെ നിരന്തരം ഇരിക്കുന്ന ആളെന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പെടണം. ഇങ്ങനെ ഒരു ആരെൻ്റെ അടുത്തിരിക്കണമെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലും ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നില്ലേ? അടുത്ത ആരൊക്കെയോ ഉണ്ടാവും, ആരാന്ന് പോലും അറിയില്ല. അങ്ങനെയായിട്ട് കാര്യമില്ല. അടുത്തുള്ള ആളെ പരിചയപ്പെടണം. അപ്പോഴാണ് അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട് പടച്ചോനെ എന്ന് പറയണമെങ്കിൽ ആ അപ്പുറം ഇരുന്ന ആളുകൾക്ക് ഓർമ്മ വേണം അല്ലേ? ഇവിടെ ഓർമ്മ ഉണ്ടോ? അവിടെ ഓർമ്മ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ അയൽവാസികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അള്ളാഹിന്റെ അയൽവാസികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. എങ്ങനെ? കുന്നാ നതസാവറു ഫില്ലാഹി വനതജാലസു ഫില്ലാഹി വനതബാദലു ഫില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയവരാണ്, നിനക്ക് വേണ്ടി ഞങ്ങൾ പരസ്പരം സന്ദർശിച്ചവരാണ്. വനതജാലസു ഫില്ലാഹ്, നിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നവരാണ്. നിന്റെ വിഷയത്തിൽ നിനക്ക് വേണ്ടി, മറ്റൊന്നും ഒരൈഹികമായ ലക്ഷ്യത്തിന് വേണ്ടിയല്ല റബ്ബേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിരുന്നവരാണ്. വനതബാദലു ഫില്ലാഹി അസ്സ വജല്ല, ഞങ്ങൾ അന്യോന്യം എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ കൈമാറിയത് നീയുമായുള്ള ഒരു ബന്ധത്തിന്റെ പേരിലാണ്. ഫില്ലാ, അല്ലാഹുവേ, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ അതിന്റെ പേരിൽ, നിനക്ക് ഇഷ്ടമാണല്ലോ അതിന്റെ പേരിൽ, അങ്ങനെയാ ഞങ്ങൾ ഇടപാടുകൾ നടത്തിയത് എന്നല്ലാതെ ആ ഇടപാടിലൂടെ ഒരു വലിയ ലാഭം എനിക്കുണ്ടാക്കണം അതിനല്ല. ഞങ്ങൾ പരസ്പരം സഹായിച്ചവരാണ്. അപ്പൊ പരസ്പരം സഹകരിക്കുന്ന ഒരു ആൾക്കൂട്ടം, ഇത് വലിയ, ഇനിയും 1-2 ഹദീസുകൾ വഴി വരുന്നുണ്ട്. അത് വലിയ കൂലിയാണ്, വലിയ കൂലിയാണ്. നമുക്കൊരു ഖാഫില എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്, SKSFന്റെ കീഴിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. ഖാഫില, ഒരു സംഘം ആളുകൾ ഒരുമിച്ച് ഒരു നന്മയിൽ ഫോക്കസ് ചെയ്ത് ദിവസങ്ങളോളം ചെയ്യുന്ന ഒരു വലിയ ഒരു നന്മയാണത്. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹുവിന്റെ മുമ്പിൽ ഉദ്ഖുലുൽ ജന്നത ഫനിഅമ അജ്റുൽ ആമിലീൻ, പൊയ്ക്കോളൂ, ഒരു ഹിസാബും നിങ്ങൾക്കില്ല എന്ന് ഈ ഒരുമിച്ചിരിക്കുന്ന ആളുകളോട് പറയപ്പെടുന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇസ്ലാമിക് സെന്ററിലെ ക്ലാസ്സിലിരുന്ന് മുതലാവൂലേ? അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിൽ ഇരുന്നവരല്ലേ, നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ടവരല്ലേ, നിങ്ങൾക്ക് ഹിസാബില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞു കിട്ടണം. അള്ളാഹു തആല അത് സ്വീകരിക്കട്ടെ. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും നിയ്യത്ത് അതിൽ നന്നാവണം, അപ്പോഴാണ് അത് ശരിയാവുള്ളൂ. നമ്മുടെ നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത്രയുള്ള വിഷയം. അള്ളാഹു വലിയ ലത്തീഫാൻ, അള്ളാഹു അങ്ങനെ സ്വീകരിക്കട്ടെ. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമയുള്ള ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ പ്രതിഫലം കൊടുക്കുന്നു. ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയുമില്ലാതെ അല്ലാഹു കൊടുക്കുന്നു എന്ന് സൂറത്തു സുമറിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ക്ഷമയുള്ള ആളുകൾക്ക് ബിഗൈരി ഹിസാബിൻ, അതിന്റെ അർത്ഥങ്ങളിൽ ഒരർത്ഥം ഇതാണ്, വിചാരണ പോലും ഇല്ലാതെ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. വേറെയും അർത്ഥമുണ്ട്, കയ്യും കണക്കില്ലാതെ അല്ലാഹു കൊടുക്കും എന്നും അവിടെ അർത്ഥമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, തജ്തമിഊന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങളൊക്കെ ഒരുമിച്ച് വരും, ഒരുമിച്ച് കൂടും. ഫയുഖാൽ, അവിടെ നിന്ന് വിളിച്ചു പറയപ്പെടും, ഐന ഫുഖറാഉ ഹാദിഹിൽ ഉമ്മത്തി വമസാകീനുഹാ, ഈ സമൂഹത്തിന്റെ പാവപ്പെട്ടവരും മിസ്കീന്മാരും ഒക്കെ എവിടെയാണ്? പാവപ്പെട്ടവരെവിടെ? നോക്കണം, അവർക്ക് വലിയ പരിഗണനയാണ്. പാവപ്പെട്ടവർക്ക് വലിയ സ്ഥാനം അള്ളാഹുവിൻ്റെ ദീൻ കൊടുക്കുന്നുണ്ട്. കാരണം അവർ പാവമായത് അള്ളാഹുവിൻ്റെ ഖളാ ആണ്. ബാക്കിയുള്ള ആളുകൾക്ക് അള്ളാഹ് പൈസ കൊടുത്തത് അതും അള്ളാഹിൻ്റെ ഒരു ഖളാ ആണ്.
അവരല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതല്ലല്ലോ എനിക്ക് ദാരിദ്ര്യം മതി പടച്ചോനെ, അല്ല. നിങ്ങളും ചോദിച്ചു വാങ്ങിയതല്ല പടച്ചോനെ എനിക്ക് ഇന്നത് മതി, അല്ല. അള്ളാഹു തന്നു, നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ നമ്മളെക്കാളും ലെസ് ഫോർച്യുനേറ്റ് ആയ ആളുകളെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഫക്കീർ മിസ്കീന്മാർ, നമുക്കോ നമ്മുടെ കുടുംബത്തിനോ കഴിയുന്നതിന് എന്തെങ്കിലും മിച്ചം അല്ലാഹു തന്നിട്ടുണ്ട്. മാദാ യുൻഫിഖൂന ഖുലിൽ അഫ്വ, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് എന്ത് മിച്ചമുണ്ടോ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്. ഞാൻ കുറച്ചും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു വലിയ മുതലാളിയാവട്ടെ, ആയിക്കോട്ടെ, അതൊക്കെ ഖൈർ തന്നെ. പക്ഷെ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് നമ്മുടെ ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂമുൻ ലിസ്സായിലി വൽ മഹ്റൂം, നമ്മുടെ സമ്പത്തിൽ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് മിസ്കീന്മാർക്ക് അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അല്ലാഹ് മിസ്കീന്മാരെ എഴുന്നേൽപ്പിക്കും. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മദീനത്തെ പള്ളി അടിച്ചു വാരിയിരുന്ന ആ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അതൊരു കറുത്ത പെണ്ണായിരുന്നു അല്ല കറുത്ത ആണായിരുന്നു, രണ്ട് റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാൻ റജുലുൻ അസ്വദ് അല്ലെങ്കിൽ ഇംറഅത്തുൻ സൗദ, അങ്ങനെ രണ്ടും. അപ്പോൾ മാ ഫഅല ഫുലാൻ, എന്തു പറ്റി, എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബികൾ ഫകഅന്ന വസ്തഹ്ഖറു അംറഹ, സ്വഹാബികൾ പറഞ്ഞു, നബി അദ്ദേഹം വഫാത്തായി, ഞങ്ങൾ ഇന്നലെ രാത്രി അവരെ മറവ് ചെയ്തു. കാരണം ഇസ്ലാമിന്റെ രീതിയും അങ്ങനെയാണ്, മരണം സംഭവിച്ചാൽ വളരെ പെട്ടെന്ന് മറവ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മറവ് ചെയ്തു. നിങ്ങൾ എന്തേ എന്നോട് പറയാതിരുന്നത്? പറഞ്ഞു, പൊന്നാര നബി അങ്ങ് ഉറങ്ങല്ലേ, അങ്ങ് എത്രയോ ക്ഷീണവും വിഷമങ്ങളുള്ള ആളല്ലേ, ഈ ഇത് വലിയ VIP ഒന്നും അല്ലല്ലോ മരിച്ചത് എന്ന രീതിയിൽ സ്വഹാബത്ത് സംസാരിച്ചു റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ഒന്നുകൊണ്ടുമല്ല, ആ മനുഷ്യനെ ചെറുതായി കണ്ടതല്ല, നബി തങ്ങളുടെ വിഷയം അതിലും വലുതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. തങ്ങളുടെ വിഷയം, തങ്ങളുടെ വിശ്രമം, തങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നവരല്ലേ, തങ്ങൾക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്, ഈ പാതിരാത്രിക്ക് നബി തങ്ങളെ വിളിച്ചുണർത്തണ്ട എന്ന് വിചാരിച്ചു അവർ മറവ് ചെയ്തു. ദുല്ലൂനി അലാ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണ് എനിക്ക് കാണിച്ചു തരൂ. അപ്പോൾ അവർ നബിയെ കാണിച്ചു കൊടുത്തു. സ്വല്ലല്ലാഹു നബി അതാ അവിടെയാണ്. ഫഅതാ ഖബ്റഹു ഫസല്ല അലൈഹി, ഹബീബായ തങ്ങൾ ആ ഖബറിന്റെ അരികത്തേക്ക് ചെന്നു, അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. ആ ഖബറിന്റെ അരികത്ത് ചെന്നിട്ട് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. എന്തേന്നറിയോ, ഏതൊരു നമ്മളെ നിസ്സാരമായി കാണുന്ന ആൾ പോലും അള്ളാഹുവിൻ്റെ കണ്ണിൽ വലുതായിരിക്കും. ഇന്നലെ കണ്ട കുവൈത്തി പണ്ഡിതൻ, അദ്ദേഹം ട്രിവാൻഡ്രത്ത്, അദ്ദേഹം ആ ഹോട്ടലിലേക്ക് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. സുബ്ഹാൻ, അദ്ദേഹം പറഞ്ഞു, കാരണം കുറേ മുഖത്ത് ഈമാനുള്ള വെളിച്ചമുള്ള കുറേ ആൾക്കാരെ ഞാൻ ഇന്നലെ കണ്ടു. നല്ല മുഖവെളിച്ചമുള്ള, മുഖത്ത് ഈമാനിൻ്റെ പ്രഭയുള്ള കുറേ ആളുകൾ. സുബ്ഹാനല്ലാഹ്, നമ്മൾ വിചാരിക്കും തിരുവനന്തപുരം ഭാഗത്തൊന്നും ഇസ്ലാം മലബാർ പോലെയല്ല, അങ്ങനെയൊന്നുമല്ല, അവിടെയും വളരെ സജീവമാണ്. മാഷാ അല്ലാഹ്, എന്തോ ഒരു ഈമാനും പ്രഭയുള്ള ആൾ. ഞാൻ ആ വിഷയം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാന മൻ അഖ്ഫ ഔലിയാഅഹ്, അള്ളാഹു ചാല അവന്റെ ഔലിയാക്കന്മാരെ അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ നമുക്കറിയില്ല. അഖ്ഫ ഔലിയാ, എന്തിനല്ല മറച്ചു വെച്ചു എന്നറിയോ? മുഅ്മിനീങ്ങളായ എല്ലാ ആളുകളും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആരെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് നമുക്കറിയില്ലല്ലോ. സുബ്ഹാന മൻ അഖ്ഫ ഔലിയാ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാ നമുക്കറിയില്ല. എല്ലാവരെയും. അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും ഒരു പാപം കിട്ടാൻ എമ്പാടും മതി. ഒരു മനുഷ്യന് തെറ്റ് വയറ് നിറച്ചു കിട്ടാൻ മാത്രം ഒരു മുസ്ലിമായ സഹോദരനെ നിസ്സാരമായി കാണുന്നത് അത് മതി. വയറ് നിറച്ച് തെറ്റ് കിട്ടാൻ ഒരു മുസ്ലിമായ മനുഷ്യനെ നിസ്സാരപ്പെടുത്തി പറയാ, നിസ്സാരപ്പെടുത്തി സംസാരിക്കുക, അപമാനിക്കുക. ഒരു മനുഷ്യന് വയറ് നിറയെ തെറ്റ് കിട്ടാൻ ഇത് മതി എന്നാണ്. നമ്മൾ ആരെക്കുറിച്ചും അങ്ങനെ വിചാരിച്ചു പോകരുതെന്ന്. മുഅ്മിനീങ്ങളായ ആളുകളിൽ ആരാണ് അള്ളാഹുമായി ഏറ്റവും അടുപ്പമുള്ളത് നമുക്കറിയില്ലല്ലോ. സുബ്ഹാൻ, അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്, അള്ളാഹുവിന്റെ തൃപ്തി എവിടെയാണെന്ന് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തന്നിട്ടില്ല. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. എന്തിനെന്നറിയോ? ഏത് നന്മ ചെയ്താലും അള്ളാഹുവിന് പൊരുത്തമാണ്. പക്ഷെ ഏത് നന്മയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്കറിയില്ല. എന്തുകൊണ്ട്? ഏത് ചെറുതായ നന്മയും നമ്മൾ നിസ്സാരമായി കാണരുത്. ഏത് ചെറുതിലും വലുതിലും ഏതിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് എന്നറിയില്ല. പിന്നെ അള്ളാഹുവിന്റെ കോപം അള്ളാഹ് മറച്ചു വെച്ചിരിക്കുകയാണ്. അള്ളാഹു ദേഷ്യം പിടിക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തെറ്റുകളിൽ ചെറുത് വലുതെന്ന് നോക്കണ്ട. എല്ലാ തെറ്റുകളിലും ഏതാണ് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യം വരുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അവന്റെ റിളാ എവിടെയാണെന്ന് പറഞ്ഞെന്നില്ല, അള്ളാഹു തആലയുടെ സഖത്ത് എവിടെയാണെന്ന് വ്യക്തമാക്കിയില്ല, അവന്റെ ഔലിയാക്കന്മാർ ആരാണെന്ന് നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടില്ല. ഇന്ന ആളാണ്, ആരുമാവാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളിൽ പ്രത്യേകിച്ച് ഫുഖറ മിസ്കീന്മാർ, അവരൊക്കെ നമ്മൾ വല്ലാതെ സ്നേഹിക്കേണ്ടവരാണ്. മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും ഒരു പാവപ്പെട്ട ആളോട് വെറുപ്പ് തോന്നാൻ പാടില്ല.
പാവപ്പെട്ട ആളുകളോട് സ്നേഹം തോന്നണം. അത് ഹബീബിന്റെ ശകാന യുഹിബ്ബുൽ ഫുഖറാ വൽ മസാകീൻ, ഫഖീർമാരെയും മിസ്കീന്മാരെയും സ്നേഹിച്ചിരുന്നവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു നബി ഞങ്ങൾക്ക് സ്വല്ലല്ലാഹു. മിസ്കീന്മാരോട് വല്ലാത്തൊരു സ്നേഹം അത് നമുക്കുണ്ടാവുക, അത് നമ്മുടെ നന്മയുടെ ഭാഗമാണ്. നമ്മൾ സ്നേഹിക്കുക. അല്ലാഹു തആല ചോദിക്കുന്നു അന്ത്യനാളിൽ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എല്ലാവരും ഹാജരാക്കപ്പെടുന്ന സമയം, ഈ ഉമ്മത്തിലെ മിസ്കീന്മാരും ഫുഖറാക്കളും എവിടെയെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തരുന്നു. അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു ചോദിക്കും, എവിടെ മിസ്കീന്മാരെവിടെ? നമ്മുടെ സദസ്സിൽ പാവപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിമായ ആളാണ്. 2.5 സെന്റ് ഭൂമിയുണ്ട്, ഒരു വീട് വെക്കണം എന്ന ആഗ്രഹത്തിൽ വന്ന് 2.5 സെന്റ് ഒരാളാരോ കൊടുത്തു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, വലിയ പ്രതീക്ഷയിൽ വന്നിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന്റെ ഉദ്ദേശം സഫലമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ ഫഖീറായ ഒരു മനുഷ്യൻ. അൽഹംദുലില്ലാഹ്. ഫയുഖാൽ, ഒരു കൂട്ടം ആളുകൾ, ഫയഖൂമൂന ഫയുഖാലു ലഹും, ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റ് വരും. അവരോട് ചോദിക്കും, മാദാ അമിൽതും, നിങ്ങൾ മിസ്കീന്മാരായിരുന്നു, ഫഖീറന്മാരായിരുന്നു അല്ലേ? നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഉബ്തുലീനാ ഫസബർനാ, ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചവരാണ്. ക്ഷമിച്ചു റബ്ബേ, ആരോടും പരാതി പറഞ്ഞിട്ടില്ല. അല്ലാഹുവേ, സമ്പത്തും അധികാരവും മറ്റുള്ളവർക്കല്ലോ നീ കൊടുത്തത്, ഞങ്ങൾക്ക് പരീക്ഷണങ്ങളല്ലേ തന്നത്, ഞങ്ങളത് ക്ഷമിച്ചു റബ്ബേ. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, സ്വദഖ്തും, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് അല്ലാഹു അതിനെ ശരിവെക്കുന്നു. ഫയദ്ഖുലൂനൽ ജന്നത ഖബ്ലൻ നാസ്, ജനങ്ങൾ മുഴുവനും സ്വർഗ്ഗത്തിൽ കടക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി സ്വർഗ്ഗത്തിൽ പോകുന്ന, ഹിസാബില്ലാതെ പോകുന്ന എല്ലാ വിഭാഗങ്ങളിലും ആദ്യം പോകുന്നവര് ഈ ഉമ്മത്തിലെ മിസ്കീന്മാരും ഫഖീറുമാരുമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരാണ് ആദ്യം പോകുന്നത്. ഇവിടെ കഷ്ടപ്പെട്ടെങ്കിൽ എന്തേ, നാളെ ആ ഒരു കാറ്റഗറിയിൽ അങ്ങനൊരു അവസ്ഥയിലാണ് എന്നാൽ പിന്നെ അങ്ങനെ സ്വർഗം വാങ്ങിക്കാൻ നോക്കണം. മുതലാളിമാരായി ആ സമ്പത്ത് കൊണ്ട് സ്വതക്ക ചെയ്തിട്ട് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പോകാൻ നോക്കണം. അധികാരവും സമ്പത്തുമുള്ള ആളുകൾക്കാണ് കഠിനമായ വിചാരണ നേരിടേണ്ടി വരുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു ഫഅയ്നൽ മുഅ്മിനൂന യൗമഇദിൻ, അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, മുഅ്മിനീങ്ങൾ അന്ന് എവിടെയായിരിക്കും മുഅ്മിനീങ്ങളൊക്കെ ഉണ്ടാവുക? തൂലഉ ലഹും കറാസിയും മിൻ നൂർ, പ്രകാശത്തിന്റെ കസേരകൾ അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. വയുളല്ലിലു അലൈഹിമുൽ ഗമാം, തണല് വിരിക്കാൻ വേണ്ടി മേഘങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. യകൂനു ദാലികൽ യൗം അഖ്സറ അലൽ മുഅ്മിനീന മിൻ സഅത്തിൻ മിൻ നഹാർ, പകലിലെ 1 മണിക്കൂർ സമയത്തേക്കാളും ചെറുതായിരിക്കും മുഅ്മിനീങ്ങൾക്കത്. 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു കാലം മുഅ്മിനീങ്ങൾക്ക് 1 മണിക്കൂറിന്റെ ദൈർഘ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബറാനി തങ്ങളും ഇബ്നു ഹിബ്ബാൻ തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അങ്ങനെയുമുണ്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയില്ലാതെ പോകുന്ന മിസ്കീന്മാർ. കുറേ ആളുകളൊക്കെ അങ്ങനെ രക്ഷപ്പെടും. എത്രയോ മിസ്കീന്മാരുടെ കഷ്ടപ്പാടുകൾ ആരോടും പറയാതെ, ആരോടും വിളിച്ചു പറയാതെ മനസ്സിൽ അടക്കിപ്പിടിച്ച് ക്ഷമിച്ചു കൊണ്ടുവരുന്ന ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു കൊടുക്കുന്ന കൂലി വലുതാണ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തി തരണം പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഅൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒന്നുകൂടെ നമ്മൾ അല്ലാഹുവിന്റെ അയൽവാസികൾ എന്ന് പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടെ പറയാം. മഹാനായ അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഉ വഅഖിലു, ജനങ്ങളെ കേൾക്കണമേ, ശ്രദ്ധിക്കണമേ. വഅലമു, അറിയണേ, അന്ന ലില്ലാഹി അസ്സ വജല്ല ഇബാദൻ ലൈസൂ ബിഅംബിയാ, അല്ലാഹുവിന് ചില ആളുകളുണ്ട്, അവർ അംബിയാക്കന്മാരല്ല. വലാ ശുഹദാ, ഷഹീദുകളും അല്ല. യഗ്ബിതുഹുമുൽ അംബിയാ വശുഹദാ, പ്രവാചകന്മാരും ശുഹദാക്കൾ പോലും അവരെ പോലെ ആയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും.
അലാ മനാസിലിഹിം വഖുർബിഹിം മിനല്ലാഹ്, അവർക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനവും സാമീപ്യവും കാണുമ്പോൾ അമ്പിയാക്കന്മാർ പോലും വിചാരിക്കുന്നതാണ്, റബ്ബേ ഞാൻ അവരെ പോലെ ആയെങ്കിൽ എന്ന്. സുബ്ഹാനല്ലാഹ്, അമ്പിയാഇന്റെ റുതുബയേക്കാളും ഇവർക്ക് റുതുബയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതില്ല. അമ്പിയാക്കന്മാരാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകൾ. പക്ഷേ അള്ളാഹു പ്രത്യേകമായൊരു ആദരവ് കൊടുക്കുന്നു, പ്രത്യേകമായൊരു ആദരവ്. അങ്ങനെ ഉണ്ടല്ലോ, ഒരുപാട് കഴിവുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഒരു ചെറിയൊരു ഒരു കുട്ടിക്ക് ഒരു ആദരവ് നൽകുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ടാലന്റിന് ഒരു റെക്കഗ്നിഷൻ ഇവിടെ നൽകപ്പെടുന്നു. കൊതിച്ചു പോലെ റബ്ബേ അത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന പോലെ. ആ കൊതിക്കുന്ന ചിലപ്പോൾ ഒരു VIP ആയിരിക്കും, അദ്ദേഹത്തിന് അതിലും വലുത് ഉണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ ആഗ്രഹം അമ്പിയാക്കന്മാർക്ക് തോന്നിപ്പോകും, റബ്ബേ ഞങ്ങൾ അവരെ പോലെ ആയെങ്കിൽ. അപ്പൊ ആ സദസ്സിൽ ബേക്കിൽ ഒരു അറാബി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കാൽമുട്ടിൽ ഇങ്ങനെ എഴഞ്ഞു വന്നിട്ട്, സദസ്സ് എഴുന്നേറ്റ് നടക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, കാൽമുട്ടിൽ എഴഞ്ഞു വന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കൈ ഇങ്ങനെ അദ്ദേഹം മുഖത്ത് വെച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നാസും മിനൻ നാസി ലൈസൂ ബിഅംബിയാ, പ്രവാചകന്മാരല്ലാത്ത ഒരു കൂട്ടം മനുഷ്യന്മാരോ, വലാ ശുഹദാ, ഷഹീദുകളുമല്ല, യഗ്ബിതുഹുമുൽ അംബിയാ വശുഹദാ അലാ മനാസിലിഹിം, അംബിയാക്കന്മാരും ശുഹദാക്കളും അവരുടെ സ്ഥാനം കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയോ, വഖുർബിഹിം മിനല്ലാഹ്, അല്ലാഹുവിന്റെ അരികത്ത് അവരിയ്ക്കുന്ന മഹത്വം കാണുമ്പോൾ അംബിയാഇന് പോലും ഞങ്ങൾ അവരെ പോലെ ആയെങ്കിലെന്ന് കൊതിക്കു. അങ്ങനത്തെ ആളുകളോ നബിയേ? അത്ഭുതപ്പെട്ട് അദ്ദേഹം കാൽമുട്ടിൽ എഴഞ്ഞു വന്നിട്ട് നബിന്റെ മുമ്പിലെത്തിയിട്ട് ഇങ്ങനെ പറയാൻ, ജല്ലിഹിം ലനാ ഇൻഅതുഹും ലനാ വജല്ലിഹിം ലനാ, ആരാണ് അവരെന്ന് പറഞ്ഞു തരൂ നബിയെ, ഒന്ന് വിശദീകരിച്ചു തരൂ. ശക്കിലുഹും ലനാ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ നബിയെ, അവരുടെ ശക്കിൽ എന്താണ്, അവരുടെ രൂപം എന്താണ്. ഫസുറ വജ്ഹു റസൂലില്ലാഹി ബിസുആലിൽ അറാബി, ഈ അറാബിയുടെ ചോദ്യം കേട്ടപ്പോൾ നബി ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒരു താല്പര്യമുണ്ട്, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക റാഹത്തല്ലേ. നബി ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ഫഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹും നാസും മിൻ അഖ്ഫാഇൻ നാസ്, ഹും നാസുൻ മിൻ അഖ്ഫാഇൻ നാസി വനവാസിഇൽ ഖബായിലി ലം തസിൽ ബൈനഹും അർഹാമും മുതഖാരിബ തഹാബ്ബു ഫില്ലാഹി വതസാഫു, അവരൊരു വിഭാഗം ആളുകളാണ്. മിൻ അഖ്ഫാഇൻ നാസ്, ആരാണ് അവരെന്ന് ആർക്കും അറിയില്ല, അറിയപ്പെടാത്ത ഒരു വിഭാഗം ആളുകളാണ്. നവാസിഉൽ ഖബായിൽ വനവാസിഉൽ ഖബായിൽ, അറിയപ്പെടുന്ന തറവാട്ടുകാരുമൊന്നുമല്ല, അവരുടെ തറവാട് ഏതാണെന്നറിയില്ല, അവർ ഏത് വിഭാഗക്കാരാണെന്നും അറിയില്ല. പക്ഷേ ലം തസുൽ ബൈനഹും അർഹാമും മുതഖാരിബ, ഒരു ഗോത്രക്കാരോ ഒരു നാട്ടുകാരോ ഒരു പ്രദേശത്തുകാരോ അങ്ങനെയൊന്നുമല്ല. അവർ തമ്മിലൊരു കുടുംബ ബന്ധമൊന്നുമില്ല. എളാപ്പ മുത്താപ്പയുടെ മക്കളാണ്, കുടുംബ സംഗമം വിളിക്കണ പോലെ അവരെല്ലാവരും പരസ്പരം അറിയുന്നവരായിരിക്കും. അങ്ങനെ ഒരു കുടുംബ സംഗമത്തിലെ ആൾക്കാരെ പോലെയല്ല. അവർക്കൊക്കെ ഖറാബത്തുണ്ടാവും, കുടുംബ ബന്ധങ്ങൾ. ഇതൊന്നുമില്ല. അവരേതോ നാട്ടുകാരാണ്. ഒരാൾ കാസർഗോഡ്, ഒരാൾ തിരുവനന്തപുരം, ഒരാൾ വയനാട്, ഒരാൾ ഇടുക്കിയിൽ, ഒരാൾ കോട്ടയത്ത്, ഇപ്പുറത്തൊരാൾ ആലപ്പുഴയിൽ, ഒരാൾ തൃശ്ശൂർ, മലപ്പുറത്ത്. ഉദാഹരണം പറയാം, വേറെ പല രാജ്യങ്ങളിൽ നിന്നും അങ്ങനെയൊക്കെ ആവാലോ. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് എവിടെയാണ് അവരുടെ കബീല എന്നും അറിയില്ല. അങ്ങനെയൊക്കെ എത്ര ആൾക്കാരുണ്ട്. ഇവിടെ നിന്നൊക്കെ കുറേ പരിചയപ്പെട്ട് റാഹത്തായി കടം വാങ്ങി മുങ്ങിയത്. അവൻ്റെ നാട് ഏതാ പോലും ചോദിച്ചിട്ടില്ല. 10 കൊല്ലത്തെ പരിചയമല്ലേ, ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ എത്ര ആൾക്കാരുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു പരിചയം ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കൂലല്ലോ നാടൊക്കെ. അങ്ങനത്തെ അത്ര വലിയ പരിചയം ഇഷ്ടവും അടുപ്പൊക്കെ കാണിക്കുമ്പോൾ വിശ്വസിച്ച് പോയിട്ട് പെട്ടുപോകുന്നവരുണ്ടാവും. അപ്പോൾ ഇതങ്ങനത്തെ പറ്റിക്കുന്ന ടീമല്ല കേട്ടോ ഈ പറയുന്നത്. ലം തസുൽ ബൈനഹും റഹാമുൻ മുതഖാരിബ, അവർ തമ്മിൽ കുടുംബ ബന്ധമൊന്നുമില്ല. എന്താ അവർ ചെയ്തെന്നറിയോ? തഹാബ്ബു ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ദീനുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് അവർ വല്ലാത്ത സ്നേഹത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഈ സംഘടനകളുടെ ഒക്കെ ഒരു നന്മ അതാണ്. എന്ത് ചെയ്യണം? ആ ഒരു പരസ്പര സ്നേഹബന്ധങ്ങൾ ഓരോരുത്തരും പാരവെക്കാൻ നിൽക്കരുത്. പാരമണിയിലാണ് ഇപ്പോഴത്തെ വലിയ ട്രെൻഡ്. അതല്ല, ആരെങ്കിലും സെക്രട്ടറി പ്രസിഡന്റ് ആയിക്കോട്ടെ, അതൊന്നല്ല വിഷയം. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയവരല്ലേ. ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്, ഒരു സംഗമം നടത്തുകയാണ്, അതിൽ പരസ്പരം സ്നേഹത്തോടുകൂടെ പരസ്പരം ബഹുമാനം, എന്തെന്നില്ലാത്ത പരസ്പര ആദരവ്. നമ്മൾ നോക്കേണ്ടത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരിക. അങ്ങനെയല്ല വരുന്നത്. എന്തല്ല, സ്നേഹത്തോടുകൂടെ ഇരിക്കുക. നല്ല സ്നേഹബന്ധം എന്തൊരു റാഹത്തായിരിക്കും. നല്ലൊരു അടുപ്പം അള്ളാഹുവിന് വേണ്ടിയുള്ള ഇരുത്തമാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു ബന്ധം.
അവരുടെ ഹൃദയം ശുദ്ധമാണ്. തസ്വാഫു, അവരുടെ ഹൃദയം വളരെ ശുദ്ധമാണ്. സഫത് ഖുലൂബുഹും വതഹുറത്, അതിന്റെ അർത്ഥം അതാണ്, ഹൃദയം ശുദ്ധമാണ്. അങ്ങനെ ഇരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പരസ്പരം ഫിത്നയ്ക്ക് വേണ്ടി കൂടിയിരുന്ന ആൾക്കാരൊന്നും ഇതിൽ പെടൂല. അതല്ല കുഴപ്പം. എന്ത് ചെയ്യുക? നല്ല ചിന്തയോടുകൂടെ, നല്ല മനസ്സോടുകൂടെ പരസ്പരം കൂടിയിരുന്ന ആളുകൾ. അല്ലാഹു തആല പ്രകാശത്തിന്റെ കസേരകൾ അവർക്ക് കൊടുക്കും, അവിടെ അവരിയ്ക്കും. അവരുടെ മുഖത്ത് പ്രകാശമുണ്ടാകും. വസിയാബഹും നൂറ, അവരുടെ വസ്ത്രത്തിന് പ്രകാശമുണ്ടാകും. ജനങ്ങൾ പരലോകത്ത് ഖിയാമത്ത് നാളിൽ വരുമ്പോൾ പേടിക്കും, ഇവർ പേടിക്കില്ല. വഹും ഔലിയാഉല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയോ സങ്കടമോ ഒരിക്കലും തോന്നുകയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, വരാൻ പോകുന്നതിനെ സംബന്ധിച്ച് പേടിയോ കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടമോ രണ്ടുമില്ല. അങ്ങനെ ഔലിയാക്കന്മാരാണ്. ആരെന്നറിയോ? അള്ളാഹുവിന് വേണ്ടി പരസ്പരം കൂടിയിരുന്ന ആളുകൾ. അവരെങ്ങനെ ഖിയാമത്ത് നാളിൽ കാണുമ്പോഴേ പടച്ചവനെ ഞാനും അവരെ പോലെ ആയിരുന്നെങ്കിലെന്ന് നബിമാർ ആഗ്രഹിച്ചു പോകുന്നതാണ്, ശുഹദാക്കന്മാർ ആഗ്രഹിച്ചു പോകും. റബ്ബേ, അങ്ങനത്തെ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നോ? നിനക്ക് വേണ്ടി ഒരുമിച്ച് ജീവിച്ചവർ, നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നവർ, നിനക്ക് വേണ്ടി പരസ്പരം സ്നേഹം കൈമാറിയവരെ. യാ അല്ലാഹ്, അവർക്കൊക്കെ പ്രകാശത്തിന്റെ കസേര നീ കൊടുക്കുകയോ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇവരാണ് ഔലിയാഉല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഇവരാണെന്നാണ്. അല്ലാഹുവിന്റെ സ്നേഹത്തിലായി ഒരുമിച്ച് കൂടിയ ആളുകൾ. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അമ്പിയാക്കന്മാർ പോലും കൊതിച്ചു പോകുന്നതാണ്. റബ്ബേ, അങ്ങനെ ആയിരുന്നെങ്കിൽ. അവർ ചെയ്തൊരു നന്മ, അവർ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഒരുമിച്ച് കൂടിയവരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കദമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുനഫിദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വളരെ പ്രത്യേകമായ ഒരു ആദരവ് നൽകുന്ന ഒരു വിഭാഗം. മൻ കദമ ഗൈളൻ, ഒരു മനുഷ്യന്റെ ദേഷ്യം ഒരാൾ കടിച്ചിറക്കി, ദേഷ്യം കടിച്ചിറക്കി. അലാ വഹുവ ഖാദിറുൻ അലാ അൻ യുനഫിദഹു, ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ അയാൾക്ക് കഴിവുണ്ടായിരിക്കെ പിടിച്ചു വെച്ചു. രണ്ട് കൈയും കാലും ഇല്ലാത്ത ഒരാൾ ഇരുന്നിട്ട് പറയാം ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റാ കാണിച്ചു തരാം, അങ്ങനെയല്ല. എല്ലാ സൗകര്യമുണ്ട്. ഇങ്ങോട്ട് ദുൽമ ചെയ്തതിന് ഇരട്ടി അങ്ങോട്ട് തിരിച്ചു ദുൽമ ചെയ്യാൻ കഴിയും. എന്നിട്ടും ക്ഷമിച്ചു അങ്ങനത്തെ ആളുകൾ. സുബ്ഹാനല്ലാഹ്. മൻ കദമ ഗൈളൻ, ഒരു ദേഷ്യം ഒരാൾ കടിച്ചിറക്കി. വഹുവ ഖാദിറുൻ അലാ അൻ യുനഫിദഹു, പുറത്തു കൊടുക്കണം എന്നാണ്. മനുഷ്യന്മാർ പുറത്തു കൊടുക്കാത്തവരുണ്ടാവും. ഞാൻ പുറത്തു തരൂല, ഞാൻ മാപ്പാക്കി തരൂല, അങ്ങനെ പറയുന്നത് മുനാഫിക്കിന്റെ പണിയാണെന്നാണ്. ചെയ്യാൻ പാടില്ല. അവിടെ ഈമാൻ ഖൽബിൽ കയറാതിരിക്കുമ്പോൾ അങ്ങനെ പറയാൻ തോന്നുന്നു. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു, ശരിയാണ്. തെറ്റ് ചെയ്ത മനുഷ്യന് എനിക്ക് പുറത്തു തരണം എന്നൊരാൾ ചോദിക്കുന്നത് അതാ മനുഷ്യൻ ചെയ്യുന്ന വലിയൊരു നന്മയല്ലേ? തെറ്റ് ചെയ്ത മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? തെറ്റ് ചെയ്തു, ശരി, ഇനി ഇയാൾ എന്ത് ചെയ്യണം? ഇയാളങ്ങ് മരിക്കുക വേണ്ടത് അല്ലല്ലോ. ആ മനുഷ്യനെ പൊരുത്തപ്പെടിക്കാൻ അവസരമുണ്ടല്ലോ. ആ മനുഷ്യനെ പൊരുത്തപ്പെടും. ചിലപ്പോൾ ചില ഹജ്ജിന് പോകുമ്പോഴായിരിക്കും ചോദിക്കുക, ഉംറക്ക് പോകുമ്പോഴായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ സക്കറാത്തിൽ കിടക്കുന്ന നേരത്തായിരിക്കും. പിന്നെ പൊരുത്തപ്പെട്ടവരുണ്ടോ? അതൊന്നും പൊരുത്തപ്പെട്ടവരില്ല. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എന്തിനാ ഇപ്പം നമ്മൾ ഇതീം പഠിക്കുന്നത്? നമ്മൾ പുറത്തു കൊടുക്കുക. കാരണം അത് ഇച്ചിരി പ്രയാസം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഇച്ചിരി വേദന ഉണ്ടാക്കിയ ആളാണല്ലോ, എന്നെ വേദനിപ്പിച്ചല്ലോ. ആ വേദനിപ്പിച്ചത് ക്ഷമിക്കുക, അതിനല്ലേ ക്ഷമ എന്ന് പറയാ. അത് ക്ഷമിച്ചു കൊടുക്കൂല. പിന്നെ ക്ഷമന്റെ കൂലി എങ്ങനെ കിട്ടുക? ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സ്വാബിർ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അർത്ഥം. നമ്മൾ സ്വാബിരീങ്ങളാണ്. എന്ത് ചെയ്യാ? ക്ഷമിച്ചു കൊടുക്കേണ്ട ആളുകളാണ്. മൻ ഖദമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുനഫിദഹു. അല്ലാഹു തആല ആ മനുഷ്യന് പ്രതികാരം ചെയ്യാൻ കഴിവ് നൽകിയിരിക്കെ എന്നിട്ട് ആ ദേഷ്യം പിടിച്ചു വെച്ചു. ദഅാഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ. അന്ത്യനാളിൽ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം ഈ മനുഷ്യനെ മാത്രം അല്ലാഹു പ്രത്യേകം എടുത്തു പറയുമത്രേ. തുമ്മ യുഖയ്യിറു മിനൽ ഹൂറിൽ ഐനി മാ ശാഅ.
അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ, സ്വർഗത്തിന്റെ ഹൂറുൽ ഈനുകളെ ആരെ വേണമോ കൊണ്ടുപോയിക്കോ എന്ന് ഈ ദേഷ്യം കടിച്ചിറക്കിയ ആളോട് അല്ലാഹു തആല ഖിയാമത്ത് നാളിന്റെ മഹ്ശറയിൽ വെച്ച് തന്നെ അവിടുന്ന് സമ്മാനം കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്തെ ഹിസാബിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ, ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ പറയട്ടെ. സമയം വൈകിയോ? സ്വലാത്ത് ചൊല്ലാൻ സമയം അല്ലേ? സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇരിക്കേണ്ട മുമ്പ് നേരത്തെ നിങ്ങൾ അപ്പുറപ്പുറമുള്ള ആൾക്കാരോട് ചോദിച്ചില്ലേ പേര്? അത് അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെ പേര് ഓർമ്മയുള്ളവർ ഇരുന്നാൽ മതി. ആദ്യം ഇല്ലെങ്കിൽ അത് ചോദിച്ചിട്ട് പഠിച്ചിട്ട് ഇരുന്നോളെ. അരമണിക്കൂർ കൊണ്ട് പേര് പറഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങളെ സ്വീപ്പാക്കാന്ന് വിചാരിക്കരുത്. ഇടയ്ക്ക് നിങ്ങളൊന്ന് വർത്താൻ പറയും, നിങ്ങളുടെ ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടി ഓരോ ഇങ്ങനെയൊക്കെ വേണമെന്നാണ്. അല്ലെങ്കിൽ അപ്പോൾ ഇൻട്രാക്റ്റീവാന്ന് പറയാൻ പറ്റുള്ളൂ. സാദിഖ് ഭായ് അല്ലേ? കുറച്ചൊരു ഇൻട്രാക്ഷങ്ങൾക്കും വേണ്ടേ, മുലയിൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാഹ്. ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമഹ്. അല്ലാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, നമ്മൾ അങ്ങനെ ദ്വാരിക്കൂലേ? ഹബീബിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കണം, തങ്ങളുടെ കൂടെ അവ്വൽ സുംറത്തിൽ സ്വർഗത്തിൽ കടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. തങ്ങളുടെ കൂടെ ഇരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ, നിങ്ങളിൽ നിന്ന് എന്നോട് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നവര്, വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമഹ്, നാളെ അന്ത്യനാളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ അരികത്തേക്ക് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കാൻ ഭാഗ്യം കിട്ടുന്ന ആളുകളും, അഹാസിനുകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ള ആളുകളാണ്. സൽ സ്വഭാവമുള്ള ആളുകളാണ്. സൽ സ്വഭാവമുള്ള ആളുകൾ. നബി തങ്ങൾ വിശദീകരിക്കുകയാണ് കേട്ടോ. ഇനി അതാരാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മുടെ സുഹൃത്ത്, കുവൈത്തിലെ സുഹൃത്ത്, അദ്ദേഹം ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി വന്നിട്ട് വാപ്പയുടെ ഒരു സ്വഭാവ ഗുണം ഒരു ജഡ്ജിന്റെ മുമ്പിൽ പറഞ്ഞ് അദ്ദേഹം അതിന് സാക്ഷിയായിട്ടുണ്ടായിരുന്നു ഒരു കേസിൽ എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറയാം, വാപ്പ ഒരു ഡോക്ടറേറ്റ് കിട്ടിയ വളരെ അറിയപ്പെട്ട ഒരു പ്രൊഫസറാണ്. അദ്ദേഹം മെഡിസിൻ, ഒരു ഫിസിസിസ്റ്റ്, അദ്ദേഹം ഒരു ഫിസിഷ്യൻ കൂടിയാണ്, വലിയ ഡോക്ടറാണ്, PhD ചെയ്ത ആളുമാണ്, വലിയ സ്ഥാനമുള്ള ആളാണ്. ആ പെൺകുട്ടി വന്നിട്ട് ജഡ്ജിന്റെ മുമ്പിൽ പറയാണ്, എൻ്റെ ഉപ്പ വീട്ടിലെത്തിയാൽ കടിച്ചു കീറുന്ന ഒരു മൃഗമാണ്, വാപ്പയല്ല. ഈ വാപ്പയുടെ സൽസ്വഭാവം ഒന്നും ജനങ്ങൾക്കിടയിലും നാട്ടുകാർക്കിടയിലും കാണുന്ന ഇതൊന്നും എൻ്റെ വീട്ടിലോ എൻ്റെ ഉമ്മയോടോ ഞങ്ങളോടൊന്നും വാപ്പ ഇങ്ങനെ പെരുമാറാറില്ല. അപ്പം അങ്ങനെ ജഡ്ജി പോലും മൂക്കത്ത് വിരലിച്ചു പോയി എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രയും നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു മനുഷ്യൻ വീട്ടിൻ്റെ ഉള്ളിലെത്തുമ്പോൾ വീട്ടുകാരുടെ മുമ്പിൽ കടന്നാക്രമിക്കുന്ന ഒരു മൃഗത്തെ പോലെയാണ്. നല്ലൊരു സ്വഭാവം ഈ മനുഷ്യനില്ല. അപ്പം അങ്ങനെ ആയിക്കൂടാ. നമ്മുടെ സ്വഭാവം നന്നാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ ഇഷ്ടപ്പെടുക, അള്ളാഹു ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ നന്നാക്കിയെടുക്കുക. അള്ളാഹു നമ്മളൊക്കെ സഹായിക്കട്ടെ. ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമഹ്, ഹബീബിന്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ, ഹബീബായ നബി തങ്ങൾ നമ്മളെ സ്നേഹിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം. നമുക്ക് അങ്ങോട്ട് നബിയെ സ്നേഹിക്കാൻ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് എളുപ്പമാണ്. വൺ വേ. അറക്കല ബീവിനെ കെട്ടാൻ അരസമ്മതം കിട്ടിയല്ലോ പണ്ട്. കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ? അറക്കങ്ങൾ കണ്ണൂര് ഇല്ലേ, അങ്ങനെ പറയാറില്ലേ? അരസമ്മതത്തിനൊരു പണിയില്ല. അപ്പൊ എന്തേ അരസമ്മതം? എന്തേ ഞാൻ അങ്ങോട്ട് സമ്മതിച്ചേക്കണേ, ബീവി സമ്മതിച്ചിട്ടില്ല. ബീവിയും കൂടെ സമ്മതിച്ചാലേ കല്യാണം നടക്കുള്ളൂ. അപ്പൊ അരസമ്മതം അതല്ല വിഷയം. അങ്ങോട്ട് സ്നേഹിക്കാൻ എളുപ്പമാണ്. ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ അതാണ് വിഷയം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് എപ്പോഴാണ്? അതാണ് ഈ പറഞ്ഞ ഹദീസ്.
ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു, ഇമാം തബറാനി തങ്ങൾ, ഇബ്നു ഹിബ്ബാൻ തങ്ങൾ, ഇവരൊക്കെ റുവാത്തു സഹീഹ്, ഇമാം ബുഖാരി തങ്ങളുടെയും മുസ്ലിം തങ്ങളുടെയൊക്കെ റിവായത്തുകൾ വന്ന റാവിമാർ വന്ന വളരെ പ്രബലമായ ഹദീസാണ് എന്നർത്ഥം. അതാണ് അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ആളുകളാണ് എൻ്റെ നാളെ അരികത്ത് വന്നിരിക്കാനും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളും നിങ്ങളിൽ സൽസ്വഭാവമുള്ള ആളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഹബീബായ നബിയെ അങ്ങയുടെ സ്വഭാവം അമേസിംഗ്, അത്ഭുതകരമാണ് നബി അങ്ങയുടെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്ഭുതകരമാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോരോ അനുഭവങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലായി, ഇതൊരു സാധാരണ ഒരു മനുഷ്യന്റെ സാധാരണ ഒരു ജീവിതത്തിലുള്ള ഒരു പെരുമാറ്റമല്ല ഹബീബിൻ്റെത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മനുഷ്യന്മാർക്ക് കഴിയൂലെന്നൊക്കെ തോന്നിപ്പോകും, എങ്ങനെ തങ്ങളത് നേടിയെടുത്തു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കൊടുത്ത തർബിയത്താണത്. അതുകൊണ്ടാണ് ഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ആളുകൾ അവരാരാണെന്ന് ഹബീബ് തങ്ങൾ വിശദീകരിക്കുന്നു. അൽ മൗതൂന അക്നാഫൻ, ചാഞ്ഞു കിടക്കുന്നവരെന്ന് പറയില്ലേ, ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ ചവിട്ടി കയറാൻ പറ്റുമല്ലോ എന്നൊക്കെ നമ്മളൊരു ഉദാഹരണം പറയുമല്ലോ ചിലപ്പോ. അൽ മൗതൂന അക്നാഫൻ, അവരുടെ തോളിൽ ചവിട്ടി മറ്റുള്ളവർ കടന്നു പോകും എന്ന് പറഞ്ഞാൽ അവർ ഒതുങ്ങി കൊടുക്കുന്ന ആളുകളാണ്, മറ്റുള്ളവരുടെ തോളിൽ ചവിട്ടി പോകും. അൽ മൗതൂന അക്നാഫൻ, അവരുടെ സൈഡുകൾ മറ്റുള്ളവർക്ക് ചവിട്ടാൻ വേണ്ടി നിന്നു കൊടുക്കുന്നവരാണ്, അവർക്കൊന്നും വിഷയമല്ല. അങ്ങനത്തെ ആളുകൾ, സഹിക്കുന്ന ആളുകൾ, വളരെ വിനയവും താഴ്മയുള്ള ആളുകൾ. അല്ലദീന യഅലഫൂന വയുലഫൂൻ, അവരങ്ങോട്ട് ഇണങ്ങിച്ചേരുന്നവരാണ്, അവരോട് ഇങ്ങോട്ടും ഇണങ്ങിച്ചേരാൻ പറ്റുന്നവരാണ്. അങ്ങനെ സൽസ്വഭാവമുള്ളവര്. ചില ആളുകളുണ്ടാവും, അവരോട് ചെന്ന് മിണ്ടാൻ എനിക്ക് പേടിയാണ്, സലാം പറയാൻ പേടിയാണ്, എന്താ മറുപടി വരാന്ന് അറിയില്ല, അതുകൊണ്ട് അങ്ങനത്തെ ആളുടെ കാര്യം പോക്കാണ്. യഅലഫൂന വയുലഫൂൻ, ഇങ്ങോട്ട് സ്നേഹം കാണിക്കും, അങ്ങോട്ട് സ്നേഹിക്കപ്പെടാനും കഴിയും. അത്തരം സൗമ്യരായ ആളുകൾ എന്നാണ് ഈ സൽസ്വഭാവികൾ എന്നും നബി തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. എപ്പോഴും എന്ത് ചെയ്യേണ്ട, ഒരു റൂളിംഗ് സ്വഭാവം വേണ്ട, ഞാൻ പറഞ്ഞത് നടക്കുള്ളൂ അങ്ങനെയൊന്നും പറയണ്ട. എന്ത് ചെയ്യുക, ഒതുങ്ങി ജീവിക്കുക, ഒതുങ്ങി കൊടുക്കുക എന്ന് പറയില്ലേ, മൗതൂന അക്നാഫൻ. ഇനി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു വിഭാഗത്തെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക. വഇന്ന മിൻ അബ്ഗദികും ഇലയ്യ, നിങ്ങളിൽ ഞാൻ ഏറ്റവും ദേഷ്യപ്പെടുന്ന ആള്, നബിതങ്ങൾ ദേഷ്യപ്പെടുന്നവര്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, തങ്ങൾക്ക് ഇഷ്ടമല്ല. വഅബ്അദികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നിൽ നിന്ന് ഒരുപാട് ദൂരം മാത്രമേ നിൽക്കാൻ കഴിയൂ, അത്തരം ആളുകളെ ഞാൻ പറഞ്ഞു തരാം. അസ്വഉകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും സ്വഭാവം മോശമായവർ അവരാരാണെന്ന് ഹബീബ് തന്നെ വിശദീകരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സർസാറൂന അൽ മുതഫൈഹിഖൂന അൽ മുതശദ്ദിഖൂൻ. അസ്സർസാറൂന, സർസാറു എന്ന് പറഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആളുകൾ. വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കുക എന്ന് പറയില്ല, ചടപ്പിക്കുന്ന ആളുകൾ. അങ്ങനെ ചടപ്പിക്കാൻ പാടില്ല എന്നാ ഒന്നവേ നിർത്താം നമ്മളല്ലേ. സർസാറൂൻ, ചിലതല്ല പറഞ്ഞ് ബോറടിപ്പിക്കുന്നു, അടുത്തിരുന്നൊക്കെ പെട്ടുപോകും ചിലപ്പോൾ ആൾക്കാർ. വർത്തമാനം പറഞ്ഞിട്ടേ ഇങ്ങോട്ട് റെസ്പോൺസ് ഇല്ലാതെ റേഡിയോ പോലെ വർത്താനം പറയാം, ഞാൻ പറയണതൊക്കെ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാരുടെ. ഇതിനൊക്കെ ഉദാഹരണം ഇപ്പം നിങ്ങളുടെ റൂമിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഓരോരുത്തർക്കും. അങ്ങനെ ആവരുത്, നമ്മൾ ഒരാളെ ബോറടിപ്പിക്കരുത്. ഓരോരുത്തരുടെ സന്ദർഭ സാഹചര്യം കണ്ടിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഒരുപാട് സംസാരിക്കുക, അതും അനാവശ്യ വിഷയങ്ങളൊക്കെ ഇടപെട്ട് സംസാരിക്കുക. അവരുമായുള്ള ഒരു കാര്യമില്ല, എന്നാലും അതിൽ കയറിയിട്ട് പറയാ. അവരുമായിട്ട് ഒരു ബന്ധവുമില്ല, അവിടെ മിണ്ടാതിരുന്നാൽ മതി, ഇവർ തമ്മിലുള്ള വിഷയമാണ്, അതിൽ കയറിയിട്ട് സംസാരിക്കുക. അതിനാണ് സർസാറൂൻ എന്ന് പറയാ. ഹുവൽ കസീറുൽ കലാമി തകല്ലുഫൻ, അനാവശ്യമായി ഇടപെട്ട് ഒരുപാട് സംസാരിക്കുന്ന ആളുകൾ. നാളെ എൻ്റെ അരികത്ത് പോലും ഞാൻ അവരെ ഇരുത്തൂല, എനിക്കവരോട് ദേഷ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ട് വാക്കുകൂടെ തങ്ങൾ പറഞ്ഞു, അൽ മുതഫൈഹിഖൂന അൽ മുതശദ്ദിഖൂൻ. മുതഫൈഹിഖൂന,
المتشدقون متفيهقون والمتشدقون. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബി തങ്ങളെ, ഖദ് അലിംന സർസാറൂന വൽ മുതശദ്ദിഖൂൻ. മുതശദ്ദിഖീങ്ങൾ ആരാണ്? സർസാറൂൻ എന്ന് പറഞ്ഞവരാരാ? ഇത് ഞങ്ങൾക്ക് മനസ്സിലായി നബിയെ. ഫമൽ മുതഫൈഹിഖൂന, ഈ മുതഫൈഹിഖൂൻ എന്ന് പറഞ്ഞ വിഭാഗം ആരാണ്? ഖാല അൽ മുതകബ്ബിറൂൻ, അഹങ്കരിച്ചു നടക്കുന്ന ആളുകൾ. വലിയ അഹങ്കാരം, മനസ്സിൽ ഏതോ വലിയ ആളാണ് ഞാൻ എന്ന തോന്നൽ കൊണ്ടു നടക്കുന്ന ആളുകൾ. എനിക്കവരോട് ദേഷ്യമാണ്, ഞാൻ അവരെ അരികത്ത് പോലും ഇരുത്തൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുതകബ്ബിറൂൻ. പിന്നെ പറഞ്ഞു അൽ മുതശദ്ദിഖൂൻ. മുതശദ്ദിഖ് എന്ന് പറഞ്ഞാൽ അൽ മുതകല്ലിമു. ശരിക്കും മനസ്സിലാക്കുക, അൽ മുതകല്ലിമു ബിമിൽഇ ശിദ്ഖിഹി, വായ മുഴുവൻ തുറന്നു വെച്ചിട്ട് സംസാരിക്കുക. തഫാസുഹൻ വതഅദീമൻ ലികലാമിഹി, പറയുന്ന വാക്കിനൊരു വലിയ ഗാംഭീര്യം വേണം എന്നുദ്ദേശിച്ചുകൊണ്ട്, പറയുന്ന വാക്കുകൾ ഖനമുള്ളതാകണം എന്നുദ്ദേശിച്ചുകൊണ്ട് വായ നിറച്ച് ഗൗരവത്തിൽ പറയുന്ന മനുഷ്യന്മാർ അങ്ങനെയൊക്കെ ഉണ്ട്. വായ നിറച്ചു പറയാം. അള്ളാഹുവിന് ഇഷ്ടമല്ല, നബി തങ്ങൾക്ക് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ മതി. സന്ദർഭത്തിൽ അങ്ങനെ പറയണ്ട. അതെന്താ ഈ വായ നിറച്ച് പറയലാണ്? എന്തോ ഒരു വല്ലാത്ത ഒരു അഹങ്കാരത്തിന്റെ സ്വഭാവം. അങ്ങനെ കോപ്പിടിച്ച് പറയുന്ന മനുഷ്യന്മാരുണ്ട്. അത് ചെയ്യാൻ പാടില്ല. വല്ലാത്തൊരു എന്ന് പറഞ്ഞ തൊണ്ടയിൽ നിന്നെടുത്തിട്ട് സംസാരിക്കുക, അതാണ് ഈ മുതശദ്ദിഖ് എന്ന് പറഞ്ഞാൽ. അത് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അങ്ങനെ തന്നെ വേള് പറയാം, അങ്ങനെ തന്നെ പ്രസംഗിക്കുക, അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുക. അത് ചെയ്യരുത്. ആര് ചെയ്താലും അത് കോപ്പിയെടുക്കാനും പാടില്ല. അങ്ങനെ ചെയ്യരുത്. നബി ഞങ്ങൾക്ക് അബ്അദുകും മിന്നി മജ്ലിസ, എൻ്റെ അരികത്ത് പോലും ഇരുത്താൻ ഞാൻ വിടൂല. അവർ ദൂരെയായിരിക്കും. ഇങ്ങനെ വായ നിറച്ച് ഗാംഭീര്യത്തിൽ തൊണ്ടയെന്നെടുത്തിട്ട് ആ സംസാരമൊന്നും വേണ്ട. മാന്യമായൊരു മനുഷ്യന്റെ സംസാരം ഉണ്ടല്ലോ, അങ്ങനെ സംസാരിച്ചാൽ മതി. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, തങ്ങൾ എന്തിനാ ഇടത്ത് വിട്ടു പറയുന്നത്? ഇത്തരം സ്വഭാവങ്ങൾ നബി തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് തങ്ങൾ നേർത്ത് പറഞ്ഞു തരാം. അല്ലെങ്കിൽ ചീത്ത സ്വഭാവക്കാർ, തങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സൽസ്വഭാവം എന്താ, ചീത്ത സ്വഭാവം എന്താ, ഒരു കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ നബി തങ്ങൾ ചേർത്ത് പറയാൻ, ഇങ്ങനെ പറയുന്ന ആളുകൾ ഇത് വേണ്ട, അത്തരം സ്വഭാവങ്ങൾ എനിക്കിഷ്ടമല്ല, അത്തരം ആളുകൾ ഞാൻ ദേഷ്യപ്പെടുന്നവരാണെന്നും എൻ്റെ അകലെയാണ് ഞാൻ അവരെ നിർത്തുക, അടുപ്പിക്കുക പോലുമില്ല എന്ന് ഖിയാമത്ത് നാളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്ത് ചെയ്യണം? സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വാള് പറയുന്നവരെ കുറിച്ചാണ് പറയുന്നത്, പൊതുജനങ്ങളോട് സംസാരിക്കുന്നവരുടെ കുറിച്ചാണ് പറയുന്നത്, ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നവരോട്, ഇവരൊക്കെ ഈ വിഷയം ശ്രദ്ധിക്കണം. സർസാറൂൻ, അനാവശ്യമായി വെറുതെ സമയം കളയാൻ പാടില്ല. മുതഫൈഹിഖൂൻ, അഹങ്കാരത്തിന്റെ സ്വഭാവത്തിൽ ഏതോ വലിയ ആളാണ് എന്ന രീതിയിൽ സംസാരിക്കല്ലേ. അൽ മുതശദ്ദിഖൂൻ, വായ നിറച്ചു വെച്ചിട്ട് തൊണ്ടയിൽ നിന്ന് എടുത്തിട്ടുള്ള സംസാരം, അങ്ങനെയൊന്നും പറയും. പച്ച മലയാളത്തിൽ പറയുമ്പോൾ ആ മലയാളത്തിന് സ്വാഭാവികമായി പറയേണ്ട ഒരു എനർജി എടുത്തിട്ട് പറഞ്ഞാൽ മതി, ബാക്കി മൈക്കിന്റെ എനർജി കിട്ടിയാൽ മതി. തൊണ്ടയിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യരുത്? ആ ഒരു ഗാംഭീര്യം ഉണ്ടാക്കേണ്ട ശബ്ദത്തിന് ചെയ്യാൻ പാടുള്ളതല്ല. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, ഹബീബിന് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു കാര്യം കൂടെ നബി തങ്ങൾ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിസാബിന്റെ സമയത്ത്, അവിടുത്തെ വിചാരണ സമയത്ത് ഹബീബിന്റെ ഷഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുന്നുണ്ട്. വഔലൻ നാസി ബിശഫാഅത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വിചാരണ നേരിട്ടാൽ തന്നെയും ആ വിചാരണയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇന്റർസെഷൻ, തങ്ങളുടെ ഷഫാഅത്ത് ഉണ്ട്. ആ ഷഫാഅത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതിന് നമുക്ക് ചെയ്യാനുള്ള ഒരൊറ്റ പണി, ഔലൻ നാസി ബി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ആളുകൾ, അക്സറുഹും അലയ്യ സ്വലാത്തൻ, എനിക്ക് മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ്. സ്വല്ലൂ അലാ റസൂലില്ലാഹ്, ഇരുന്നുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരുപാട് സ്വലാത്ത് ചൊല്ലുക, അത് തന്നെ ഒരു തർബിയത്താണെന്നാണ്. സ്വലാത്ത് തന്നെ ഒരു തർബിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബീബായ തങ്ങളുമായി ഒരു ആത്മീയ ബന്ധമുണ്ടാക്കുക, അങ്ങനെ അള്ളാഹുലേക്ക്
നമുക്ക് എത്തിച്ചേരാൻ ഒരു മനുഷ്യരിലൂടെ നമുക്ക് വഴിയുള്ളൂ. അത് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളെ കണക്ട് ചെയ്യാതെ അള്ളാഹുലേക്ക് കണക്ട് ചെയ്യാൻ കഴിയൂല. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അത് അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹു മലക്കുകളും പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലേണമേ. മറ്റമ്പിയാക്കന്മാരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷെ നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തും സലാമും വേണം. അത് അല്ലാഹു ഈ പറഞ്ഞതുകൊണ്ട് സ്വല്ലു അലൈഹി വസല്ലിമു, സ്വലാത്തും സലാമും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഇത് രണ്ടും പറയണമെന്നാണ് അള്ളാഹുവിന്റെ ഓർഡറാണത്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു യൗമൽ ഖിയാമ. ഓരോരുത്തരോടും അല്ലാഹു തആല നേർക്ക് നേരെ നാളെ സംസാരിക്കുമത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. അവന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു ഇടനിലക്കാരൻ ഉണ്ടാവില്ല. ഒരു മുബല്ലിഗിന്റെ ആവശ്യമില്ല, പരിഭാഷകന്റെ ആവശ്യമില്ല. അല്ലാഹു ഡയറക്റ്റ് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളോട് പറയുമ്പോൾ ഒരാൾക്ക് ഒരാളോടെ ഒരു നേരത്ത് കഴിയൂ. അല്ലാഹു തആല നമ്മളെ പോലെ അല്ലല്ലോ, അല്ലേ? മുഖാലിഫുൽ ലിൽ ഹവാദിസാൻ. അല്ലാഹു തആല അവന്റെ സൃഷ്ടികളെ പോലെയല്ല. ഓരോരുത്തരോടും ഒരേ സമയം അള്ളാഹിന്റെ എല്ലാ സൃഷ്ടികളോടും സംസാരിക്കാൻ അള്ളാഹുവിന് കഴിയും. അങ്ങനെയാണ്. നമുക്ക് ഒരാളോട് 1 to 1 സംസാരിക്കുമ്പോൾ രണ്ടാമത്തെ ഒരാളോട് സംസാരിക്കാൻ കഴിയില്ല, അല്ലേ? ഞാൻ ഇപ്പോൾ ഒരു കോളിലാണ്, അത് കഴിഞ്ഞിട്ട് വിളിക്കാന്നാ പറയാം. രണ്ടാളോട് ഒരേ സമയം സംസാരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ അള്ളാഹുവിനത് കഴിയും. അല്ലാഹു തആല ഒരേ സമയം എല്ലാവരോടും അള്ളാഹുവിന് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഹിസാബ് പെട്ടെന്ന് തീരും എന്ന് തന്നെ പറഞ്ഞത്. നമ്മൾ ക്യൂലായി പോകില്ല, പഠിച്ചവൻ എൻ്റെ ടോക്കൺ കിട്ടുമ്പോഴേക്കും വൈകുന്നേരാവിലെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അള്ളാഹുവിൻ്റേത് ഹിസാബൻ വളരെ വളരെ പെട്ടെന്നുള്ള ഹിസാബാണ്. ഓരോരുത്തരോടും തത്സമയം അള്ളാഹുവിന് വേറിട്ട് ആളുകളോട് ഒരേ സമയം റബ്ബിന് ഹിസാബ് ചെയ്യാൻ കഴിയും. എല്ലാവരോടും അള്ളാഹു 1 to 1 അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമെന്നാണ്. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ ഫയൻദുറു അയ്മന മിൻഹു. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന രംഗം അങ്ങനെ ആലോചിച്ച് നോക്കുക. അള്ളാഹു തആല നമ്മുടെ മുമ്പിൽ ഹാദിറായി നിൽക്കുകയാണ്. അള്ളാഹുവിനോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ വലതു ഭാഗത്തേക്ക് നോക്കും, ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ. നമ്മൾ ചെയ്തു കൂട്ടിയതല്ലാതെ മറ്റൊന്നും അവിടെ കാണുന്നില്ല. ഇടതു ഭാഗത്തേക്ക് നോക്കുന്നു, ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ. നമ്മൾ ചെയ്തതല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല. യൻദുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ല നാർ. മുമ്പിലേക്ക് നോക്കുമ്പോൾ നരകമാണ് അവിടെ കാത്തിരിക്കുന്നത്. ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ. അതുകൊണ്ട് ജനങ്ങളെ നരകത്തെ കാത്തോളൂ. വലൗ ബിശിഖ്ഖി തംറ. ഒരു കാരക്കയുടെ ഒരു ചീള് കൊടുക്കാനേ നിങ്ങളെ കൊണ്ട് കഴിയൂ. അതെങ്കിലും ദാനം കൊടുത്തിട്ട് അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് ശരീരം കാത്തോളൂ എന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ വലതു ഭാഗത്ത് നമ്മൾ ചെയ്തത്, ഇടത് ഭാഗത്ത് നമ്മൾ ചെയ്തത്, മുമ്പിൽ നരകമാണുള്ളത്. പരാജയപ്പെട്ട പിന്നെ നരകത്തിലേക്കാണ്. അങ്ങനെ വരുന്ന ഒരു സമയം നിങ്ങൾക്ക് വരാനുണ്ട്. ആ നേരത്തെ നരകത്തിലേക്ക് പോവാതിരിക്കാൻ ഒരു കാരക്ക മുഴുവൻ കൊടുത്തതിന് എത്രയായിരിക്കും കൂലി? കാരക്കന്റെ ഒരു ചീളയെ കൊടുക്കാൻ കഴിയൂ. അത് കൊടുത്തിട്ടെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ നരകത്തെ കാക്കണം. അപ്പൊ എന്തെങ്കിലും ഒരു സംഭാവനയോ ഒരു സ്വതക്കയോ ചെയ്യേണ്ട അവസരം വരുമ്പോഴേ അത് മറ്റേ ആചാര്യ മുപ്പരക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് 1000 കൊടുക്കാൻ പറ്റൂല, 10 കൊടുക്കാൻ പറ്റുമോ? പറ്റും. 1 കൊടുക്കാൻ പറ്റുമോ? പറ്റൂ. എന്നാൽ നമ്മൾ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക, ബാക്കിയുള്ള ആളുകൾ ചെയ്തോട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയെടുപ്പിക്കുമ്പോൾ എല്ലാ അറബികൾ തന്നെ എടുത്തോട്ടെ എന്ന് പറയരുത്. അറബികളെടുത്ത ഓൽക്കതിന് കൂലി കിട്ടും, ഒരു കുഴപ്പമില്ല. അവർക്ക് അതിന് കൂലി എമ്പാടുള്ള കൊടുക്കും, ഇഷ്ടം പോലെ. നമ്മൾ കൊടുത്താൽ നമുക്കും കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു. നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ആലപ്പുഴക്കാരോടുണ്ടോ? അത് കൈപ്പൊക്കിയാട്ടെ. ആലപ്പുഴ ഉണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു വലിയ ജുമാഅത്ത് പള്ളി ഉണ്ടല്ലോ, ഒരു മെയിൻ പള്ളി. അപ്പം അതിൻ്റെ ഒരു പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മേലോട്ടെടുത്ത് അവിടെ ഒരുപാട് രോഗികളും അവരെ ചികിത്സിക്കാൻ വരുന്നവരും കൂടെ നിൽക്കുന്നവരൊക്കെ നിസ്കരിച്ചു പോകുന്ന സ്ഥലമാണ്. ഒരുപാട് തിരക്കുള്ളൊരു സ്ഥലമാണ്. കുറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന പള്ളിയാണത്, ജുമാഅത്ത് പള്ളി. മുമ്പേ ഉള്ളതാണ്. അതിൻ്റെ ഒരു പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കേണ്ട. അവിടുത്തെ പ്രവർത്തകരൊക്കെ വിളിച്ചിരുന്നു. അവർക്ക് 4 ലക്ഷം രൂപ കിട്ടിയാൽ എൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റും. മേലൊക്കെ എടുത്തതാണ്, അതൊന്ന് പൂർത്തിയാക്കാൻ അവർ ആ ഒരു വലിയ വിഷമത്തിന് ഇന്നും എനിക്കവർ വിളിച്ചു. എന്തെങ്കിലും
ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താണ്. ആരെങ്കിലും നിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയം അറിയിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിനെ തൗഫീക്ക് നൽകട്ടെ. നമ്മൾ കൊണ്ട് എന്താ കഴിയുന്ന വെച്ചാൽ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്, പടച്ചവൻ്റെ വിഷയത്തിലേക്ക് അള്ളാഹു തആല ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പറ്റുന്നത് കൊടുക്കുക. നമ്മളെ കൂടെയുള്ള പാവപ്പെട്ട കുട്ടികളുണ്ടാവും, നമ്മുടെ കൂടെയുള്ള അയൽവാസികൾ, നാട്ടുകാർ, രോഗികൾ, എന്തെങ്കിലും ചെറിയ സഹായം എത്തിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്യാം. എല്ലാം KMCCക്കാർ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇസ്ലാം സെൻറ്റർ ചെയ്തോട്ടെ, സുന്നി സെൻറ്ററുകാർ ചെയ്തോട്ടെ, അങ്ങനല്ല. നമുക്ക് വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുമല്ലോ, വ്യക്തികൾക്കും ചെയ്യാം ചെറിയ സഹായങ്ങളൊക്കെ. ഇത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ ഒരു കാരക്കൻ്റെ ചീളുകൊണ്ടെങ്കിലും, അങ്ങനെ പറഞ്ഞു. ഇത്തഖുന്നാറ വലൗ ബിശഖ്ഖി തംറ. വേറെ ഹദീസിൽ പറഞ്ഞു വലൗ ബികലിമത്തിൻ ത്വയ്യിബ, ഒരു നല്ല വാക്ക് പറയാ, നല്ല വാക്ക് പറയാ. ചീത്ത വാക്ക് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ. നല്ല വാക്ക് പറയാം, നന്മ പറയാം, നന്മ ചെയ്യുക. ചെറിയൊരു സഹായം കൊണ്ടെങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്വതക്ക ചെയ്തിട്ട് എന്ത് ചെയ്യും? നരകത്തെ കാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഉരിളു അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ ബൽ സഅംതും അല്ലൻ നജ്അല ലക്കും മൗഇദാ വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. മനുഷ്യൻ ചെയ്ത നന്മകളും തിന്മകളും അവന്റെ മുമ്പിൽ അല്ലാഹു തആല വിസ്തരിക്കുന്നു, അല്ലാഹു തആല മുമ്പിലേക്ക് തരുന്നു. അക്രമം ആരോടുമില്ല. കർമ്മങ്ങൾ ഇവിടെ ചെയ്തു, ഇനി നാളെ അല്ലാഹു നൽകുന്ന വിചാരണയാണ്. ആ വിചാരണ പോലും നരകത്തിലേക്ക് പോകുന്നവന് തോന്നണ്ട, എന്തിനെന്റെ റബ്ബ് നരകത്തിൽ പറഞ്ഞയച്ചു? അതിന്റെ കാരണം. സ്വർഗത്തിലേക്ക് പോകുന്നവൻ എന്തിന് ഞാനിത് അർഹിച്ചു? ഇതാ നീ ഇന്നതൊക്കെ ചെയ്തുവല്ലോ, അതുകൊണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഏതൊരു വിഷയം നമ്മൾ മക്കളെ അടിക്കുമ്പോൾ പോലും അങ്ങനെയാണെന്ന്. മക്കളെ ശിക്ഷണത്തിന്റെ പ്രകാരം അടിക്കുമല്ലോ. നമുക്ക് അടിയിട്ടില്ല ചെറുപ്പത്തിൽ വാപ്പാൻ്റെ നടിയിട്ടില്ല, കൈപ്പൊക്കിയാട്ടെ. അപ്പേ നമ്മളെല്ലാവരും കുരുത്തക്കേണ്ട ആശാന്മാരെയൊന്നുമില്ലേ? അല്ലാ, അങ്ങനെ അടിച്ച ഉമ്മയോടും വാപ്പാടും വല്ലാത്തൊരു സ്നേഹം ഉണ്ടാവും അല്ലേ? സ്നേഹവും ബഹുമാനം കൂടുതലായിരിക്കും അവരോട്. അങ്ങനെയാണ്, എന്തോന്നറിയില്ല. ഇപ്പോൾ ഭർത്താക്കന്മാർ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഭർത്താക്കന്മാരോട് ആ ഭാര്യയ്ക്ക് വല്ലാത്ത സ്നേഹമായിരിക്കും. എൻ്റെ ഭർത്താവല്ല ജീവിക്കാൻ കഴിയില്ല. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടാവും, നേരെ കുറച്ചും ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ പറയണത്, ഈ അടി കിട്ടുമ്പോൾ എന്തിനാണ് അടിക്കുന്നത്? എൻ്റെ ഉപ്പ അങ്ങനെ ചെറുപ്പത്തിൽ 1-2 അടിയൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാപ്പ ചോദിക്കും, ചെറു 5 വയസ്സുള്ള സമയം 6 വയസ്സുള്ള സമയത്തൊക്കെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ എന്തിനാണ് അടിച്ചതെന്ന് ചോദിക്കും. പിന്നെ അടിയൊക്കെ കഴിഞ്ഞതിൻ്റെ വേദനയും കരച്ചിലൊക്കെ മാറിയിരിക്കുമ്പോഴേ ഞാൻ ഇപ്പോൾ എന്തിനായിരുന്നു അടിച്ചത് എന്ന് വാപ്പ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ മണിമണിയായിട്ട് പറഞ്ഞു കൊടുക്കണം എന്തിനാണ് അടിച്ചത്. അപ്പോൾ നമ്മളത് റിക്കോൾ ചെയ്യാണ്. വാപ്പ ഒരു വലിയ പ്രൊഫസറായിട്ടൊന്നുമല്ല, ഒരു സാധാരണക്കാരാണ് വാപ്പ. പക്ഷേ വാപ്പക്ക് അങ്ങനെ ചില സൈക്കോളജിയൊക്കെ അറിയായിരുന്നു. അപ്പോൾ ചോദിക്കും എന്തിനാണ് ഇപ്പോൾ അടി കിട്ടിയത്? അപ്പോൾ ഇന്നതാണ് ചെയ്ത റോങ്, ഇന്നതാണ് ശരി, അപ്പോൾ അത് ചെയ്യാൻ പാടില്ലല്ലേ. എന്നിട്ട് വാപ്പ ഉമ്മയോട് പറയണത് ഞാൻ കേട്ടു. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ മക്കൾക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവും, നമ്മോട് ശത്രുത വരും, വൈരാഗ്യം വരും. ഇപ്പം നമ്മൾ വെറുതെ അടിച്ചു എന്ന് മക്കൾക്ക് തോന്നാൻ പാടില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? കാരണം പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം അതൊരു മനുഷ്യന് ആർക്കും ഇന്നെ വെറുതെ അടിച്ചല്ലോ എൻ്റെ വാപ്പ എന്ന് തോന്നുന്നത് മക്കൾക്ക് ഞാൻ ദുൽമ ചെയ്യപ്പെട്ടു എന്നൊരു ഇഹ്സാസ് വരും, തോന്നൽ വരും. അത് ശത്രുതയിലേക്ക് വരും. വലാ യദ്ലിമു റബ്ബുക അഹദ. നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റിവാർഡ് അർഹിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ റബ്ബിൻ്റെ പണിഷ്മെന്റ് അർഹിച്ചു, ഇതാ നിങ്ങൾക്കതിൻ്റെ തെളിവ്. ഇന്നത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടി. അപ്പോൾ ലഭിക്കുന്നവന് റിവാർഡ്, വൈ ഹി ഈസ് റിവാർഡഡ്. മറ്റേയാൾ എന്തിനാണ് വൈ ആം പണിഷ്ഡ്, ഇതിന്റെ റീസൺ അല്ലാഹു തആല നൽകുന്ന അവസരമാണ്. വുദി അൽ കിതാബ്, നമ്മുടെ രേഖകൾ നമുക്ക് സമർപ്പിക്കുന്നതിന്റെ താല്പര്യം അതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു പറഞ്ഞു, വലാ യദ്ലിമു റബ്ബുക അഹദ. ആരോടും നാളെ അക്രമമില്ല. നാളത്തെ അല്ലാഹുവിന്റെ വിചാരണയുടെ, കോടതിയുടെ അതിന്റെ പ്രധാനപ്പെട്ട വാക്യം അതാണ്, ലാ ദുൽമൽ യൗം. ആരോടും ദുൽമില്ല. അതുകൊണ്ട് കർമ്മങ്ങൾ അവനവൻ ഇവിടുന്ന് തീരുമാനിക്കാം. നമുക്ക് ഏത് കയ്യിൽ കിതാബ് വേണമെന്ന് നമുക്ക് ഇവിടുന്ന് ആലോചിക്കാം. നമുക്ക് അല്ലാഹുവിന്റെ റിവാർഡ് വേണോ അതല്ല പണിഷ്മെന്റ് വേണോ?
അതിനുള്ള അവസരം നമുക്ക് വന്നിരിക്കുകയാണ്. മരണത്തോടുകൂടെ ആ ചാൻസ് അവസാനിക്കും, പിന്നെ വിചാരണയാണ്. അതുകൊണ്ട് അല്ലാഹു തആല ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബ്. അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഈ സദസ്സിന്റെ പുണ്യം എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹബീബിനെ മജ്ലിസിനെ കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ റബ്ബേ. ഇവിടെ ചൊല്ലിയ നന്മകളും സ്വലാത്തുകളും സലാമുകളും അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിപ്പിക്കണേ റഹ്മാനെ. അവിടുത്തെ സന്തോഷം അവിടുന്ന് ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിലും അല്ലാഹു ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്തു പോയ എന്തെല്ലാം തെറ്റുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, പാപങ്ങളുണ്ടോ, അറിഞ്ഞും അറിയാതെയും അല്ലാഹുവേ, പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വിധേയമായിട്ടും കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയിട്ടും പല സന്ദർഭങ്ങളിലായി ചെയ്തു പോയ തെറ്റുകൾ എല്ലാം അർഹമർ റഹീമായ റബ്ബേ, വീണ്ടും വീണ്ടും നിന്നോട് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണ്. അല്ലാഹു, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ഇൽമ പഠിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഈ ഇൽമ പ്രസരണം ചെയ്യുന്ന ദീന്റെ ദഅവത്തിൽ വ്യാപൃതരായ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നന്മയ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി, അല്ലാഹു നിനക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും ഒരുമിച്ച് കൂടുകയും പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്യുന്ന നാളെ പരലോകത്ത് അമ്പിയാക്കന്മാർ പോലും കൊതിക്കുന്ന ആ ഒരു സൗഭാഗ്യം ഈ സദസ്സിലിരിക്കുന്ന ഇവിടുത്തെ സഹോദര സഹോദരിമാർ എല്ലാവർക്കും അല്ലാഹു നൽകണേ റഹ്മാനെ. അങ്ങനെ ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തുന്ന ഭാഗ്യം ഈ സദസ്സുകൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കാരണമായ എന്തെല്ലാം ഗുണങ്ങൾ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവോ ആ നന്മകളൊക്കെ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവിവേകം കാണിക്കപ്പെടുമ്പോൾ ക്ഷമിക്കുകയും പുറത്തു കൊടുക്കുകയും തിന്മ ചെയ്യുന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന, അതുപോലെ ക്ഷമിക്കുകയും നന്മ ചെയ്യാൻ ക്ഷമിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വാബിരീങ്ങൾ റഹ്മാൻ റഹീമായ റബ്ബേ, ഒരുപാട് പ്രയാസങ്ങളും ദാരിദ്ര്യവും വന്ന് നീ പരീക്ഷിച്ച അവസ്ഥയിൽ അല്ലാഹു നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിച്ചവർ ഇങ്ങനെ ആരൊക്കെ നീ നാളെ രക്ഷപ്പെടുത്തുന്നുണ്ടോ അതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ ഞങ്ങളെയും പെടുത്തി രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നാളത്തെ വിചാരണ നീ എളുപ്പമാക്കി തരണേ റബ്ബേ. നാളത്തെ വിചാരണ ഹിസാബ് എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലെ നിയ്യത്തുകൾ, ഇവിടെ എഴുതിയതും എഴുതാത്തതും, എഴുതാൻ പോലും ഞാൻ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അല്ലാഹുവേ, എല്ലാവരുടെയും ഖൽബ് നോക്കുന്ന റബ്ബേ, ഞങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ നീ സഫലമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, സൗദിയിൽ നിന്ന് യാത്ര മധ്യേ വന്നൊരു സുഹൃത്ത് അല്ലാഹുവേ, അവർ ഉദ്ദേശിച്ച നന്മയും ഇവിടെ ഒരു പള്ളിയുടെ വിഷയം പറഞ്ഞ് അതിനെ സഹായിച്ചവർ അല്ലാഹുവയുടെ ഒരു പുതുമുസ്ലിമായ ഒരു സഹോദരി ഇരിക്കുന്നുണ്ട്. അവരും സഹായം പ്രതീക്ഷിക്കുന്നവരാണ്. ഇങ്ങനെ അല്ലാഹു ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങൾ ഇടപെടുന്നുണ്ടോ അല്ലാഹു, ഞങ്ങളൊക്കെ ചെയ്ത സ്വതക്കകളുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. തിന്മകളിലേക്കും തെറ്റിലേക്കും ഫിസ്ഖിലേക്കും ബിദ്അത്തിലേക്കും കുഫറിലേക്കും ഷിർക്കിലേക്കും പോകാതെ ഞങ്ങൾക്ക് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, നീ പൊരുത്തപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളുടെ കൂടെ ഞങ്ങളാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും തലമുറകളെയും മാതാപിതാക്കളെയും കുടുംബങ്ങളെയും അയൽപക്കങ്ങളെയും അല്ലാഹു, ഞങ്ങൾ എവിടെയെല്ലാം വഅദ് പറഞ്ഞിട്ടുണ്ടോ അവിടെയും ആരെല്ലാം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കും അല്ലാഹു ഈ സദസ്സിൽ വരാറുണ്ടായിരുന്നവർ, ഇസ്ലാമിക് സെന്റർ സ്ഥാപിച്ചവർ, മരിച്ചുപോയവർ, ജീവിച്ചിരിക്കുന്നവർ, ഞങ്ങളെല്ലാവരെയും അല്ലാഹു നീ പൊരുത്തപ്പെട്ടവരിൽ, നീ ഇഷ്ടപ്പെട്ടവരിൽ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ നിന്റെ ഇബാദ് സ്വാലിഹീങ്ങൾ പെടുത്തി തരണേ റബ്ബേ. നിങ്ങൾ പഠിച്ച സ്ഥാപനം ദാറുൽ ഹുദയും അതിൻ്റെ സഹസ്ഥാപനങ്ങൾ, ഉസ്താദുമാരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, പഠിച്ച് ഇത് പള്ളി ദർസുകൾ, അല്ലാഹുവേ, മദ്രസകൾ, മഹല്ലുകൾ, ഇതിനൊക്കെ ഒരുപാട് സഹായം ചെയ്ത, ഞങ്ങൾ ഒരിക്കലും കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ കാണും അല്ലാഹു. അവരൊക്കെ നീ അറിയുന്നവനാണ് അല്ലാഹു. ആരെല്ലാം എന്തെല്ലാം നന്മകൾക്ക് വേണ്ടി ഇവിടെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ കാലങ്ങളിൽ സഹായിക്കാൻ പോകുന്നവരുണ്ടോ, സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടോ, അവർക്കൊക്കെയും എല്ലാ ഖൈറും നീ കൊടുക്കണേ റബ്ബേ. ഈ സദസ്സിലേക്ക് മുസഫേന്ന് ബസ് വരുന്നുണ്ട്, അതിന് ഡീസലിനും ഡ്രൈവറുടെ ചെലവിലേക്കൊക്കെ എല്ലാ മാസവും കൊടുക്കുന്ന സുഹൃത്തുക്കളുണ്ട് അല്ലാഹുവേ. അവരുടെ കുടുംബത്തിനും സമ്പത്തിലും അവരുടെ യാത്രയിലും വീടുകളിലും മക്കളിലും അവരുടെ ജോലികളിലുമെല്ലാം ഖൈറും ബറക്കത്ത് നീ കൊടുക്കണേ റഹ്മാനെ. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന അമലായി കബൂലാക്കണേ റഹ്മാനെ. മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർ, ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ റഹ്മാനെ. വിവാഹം ആലോചിക്കുന്നവർക്ക് ഖൈറായ വിവാഹ ബന്ധങ്ങൾ നീ കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ മക്കളെയൊക്കെ
ഞങ്ങളെയൊക്കെ സ്വാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിദീങ്ങളും ആലിമീങ്ങളും ആക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഓരോരുത്തർക്കും നീ ഹലാല് കൊണ്ട് ഐശ്വര്യം തരണേ റബ്ബേ. ഒരു ഹറാമിലേക്കോ ഹറാമായ ജോലിയിലേക്കോ ഹറാമിൻ്റെ കൂട്ടുകെട്ടുകളിലേക്കോ പോകാതെ കാക്കണേ റഹ്മാനെ. അള്ളാഹു, നിൻ്റെ പൊരുത്തവും നിൻ്റെ കാവലും കണ്ണുകളിൽ നിന്ന്, സിഹറിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന്, ദുൽമുകളിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, അള്ളാഹുവേ 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 മാലിക്കുൽ മുലൂക്കായ ആലിമുൽ ഗൈബായ റബ്ബേ, ഞങ്ങളുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൽസ്വഭാവം നൽകണേ റബ്ബേ. എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അരികത്തിരുത്തുകയും ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അഹാസിനുക്കും അഖ്ലാഖ എന്ന് പറഞ്ഞ സൗമ്യരായ സദവൃത്തരായ സജ്ജനങ്ങളായ സൽസ്വഭാവികളെ ഞങ്ങളെല്ലാവരെയും ചേർത്തി തരണേ റഹ്മാനെ. അല്ലാഹു, നാളെ നിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത, അകറ്റി നിർത്തുന്ന, വായ നിറച്ച് അഹങ്കാരത്തിൻ്റെ വർത്തമാനം പറയുന്നവരിലോ മുതകബ്ബിരീങ്ങളായ ആളുകളിലോ പെടാതെ അല്ലാഹു ഞങ്ങളുടെ ഉലമാഇനൊക്കെ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. നമ്മുടെ വാഇദീങ്ങളെയും നാസ്വിഹീങ്ങളെയും ദാഇകളെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹു, അത്തരം ശൈലികൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് തിരുത്താനുള്ളൊരവസരം കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഇരുന്നതും പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും ജീവിതത്തിലേക്ക് വെളിച്ചമാക്കി താ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും, വിശിഷ്യ യുവാക്കളെ, യുവതികൾ അല്ലാഹു, അവർക്കൊക്കെ നിന്നിലേക്ക്, ദീനിലേക്ക് അല്ലാഹുവേ, നിന്റെ ഹളറത്തിലേക്ക് അടുത്തിരിക്കാനും പശ്ചാത്തപിച്ച് വരാനും മടങ്ങാനും നിന്റെ ആ ഒരു സാമീപ്യത്തിലായി ജീവിക്കാനുമുള്ള തൗഫീക്ക് നീ പ്രത്യേകമായി നൽകണേ അല്ലാഹ്. ഒരുപാട് തിന്മകൾ നടക്കുന്ന കാലമാണ് ഈ ഉമ്മത്തിനെ കാക്കണേ റബ്ബേ. ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ശരീഅത്തിന്റെ നിയമങ്ങൾ പോലും ഇവിടെ വേണ്ട എന്ന് പറയുന്ന ചുറ്റുപാടുകൾ ഞങ്ങളുടെ രാജ്യങ്ങളിലുണ്ട് റബ്ബേ. അല്ലാഹുവേ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാക്കണേ റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് എന്നും ഞങ്ങളുടെ നാടുകളിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹു, അതിനുവേണ്ടി ഒരു കൂട്ടം അല്ലാഹു വലിയൊരു ഒരു ജനബാഹുല്യം തന്നെ ഒരുമിച്ച് കൂടി അതിൻ്റെ ഒരു പ്രതിഷേധ മാർച്ച് നില നടന്നിട്ടുണ്ട്. അല്ലാഹു, അത് നീ ഖബൂലാക്കണേ റഹ്മാനെ. റഹ്മാനെ, ഈ ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അല്ലാഹു, അവരുടെ ആ പരിശ്രമങ്ങളൊക്കെ നീ ഖബൂലാക്കണേ റബ്ബേ. അതിൻ്റെ ഫലം കാണിക്കണേ തമ്പുരാനെ. ആരൊക്കെ അതിന് വിട്ടുനിന്നിട്ടുണ്ടോ അവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഈ ഉമ്മത്തിന് പരസ്പരം തമ്മിൽ തല്ലിയും പരസ്പരം വെറുപ്പ് പറഞ്ഞും പരസ്പരം പഴിചാരിയും ചീത്ത വിളിച്ചു നിൽക്കുന്ന ഇതിൽ നിന്ന് മാറി ഈ ഉമ്മത്തിൻ്റെ കെട്ടുറപ്പിലേക്ക്, ഐക്യത്തിലേക്ക്, വഹ്ദത്തിലേക്ക് ഈ ഉമ്മത്തിനെ നീ കൊണ്ടുവരണേ അല്ലാഹു. UAE അബുദാബിയിലും ഇവിടുത്തെ പരിസര പ്രദേശങ്ങളിലും പരിസര രാജ്യങ്ങളിലും അല്ലാഹു നിന്റെ റഹ്മത്തും ബറക്കത്തും തരണേ റഹ്മാനെ. ഈ രാജ്യം ഈമാനും അമ്നും സലാമത്തും സുരക്ഷയുമുള്ള നാടാക്കണേ റബ്ബേ. ഇവിടുത്തെ ശൈഖന്മാരായ ആളുകൾ, ഭരണാധികാരികൾ, അവരെല്ലാവിധ തിന്മകളിൽ നിന്നും ദുൽമുകളിൽ നിന്നും അവർക്ക് നീ കാവൽ കൊടുക്കണേ തമ്പുരാനെ. അവരെ കൊണ്ട് നീ സത്യം സ്ഥാപിക്കുകയും അവരിൽ സത്യം ഊട്ടുറപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ അയ്യിദ്ഹും ബിൽ ഹഖ് വ അയ്യിദിൽ ഹഖ് ബിഹിം യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഖുദ് ബിഐദീനാ വനവാസിനാ ഇലൈക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസായിറ ബിലാദിൽ ആലമീൻ. അല്ലാഹുവേ, ഈ രാജ്യത്തിന് ഒരുപാട് സേവനം ചെയ്തു പോയ മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാഹ്, അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. മരണപ്പെട്ട അന്നു മുതൽ ഈ നാൾക്ക് വരെയും നിരന്തരമായി ഏതൊരു മഹാനുഭാവന്റെ ഖബറിങ്ങൾ ഖുർആനിന്റെ പാരായണം നടക്കപ്പെടുന്നുണ്ടോ അത് ആ ഒരു മഹാനുഭാവൻ മാത്രമേ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. അല്ലാഹുവേ, ആ ഒരു സൗഭാഗ്യം കിട്ടിയ മഹാനുഭാവൻ അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്. ലോകരാജ്യങ്ങളിലും ലോക മുസ്ലിം രാജ്യങ്ങളിലും അവർ ചെയ്ത വലിയ വലിയ സേവനങ്ങളുണ്ട്. ഒരുപാട് നഗരങ്ങൾ തന്നെയുണ്ട്. ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയ മഹാനാണ്. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ ചെയ്തു പോയ തെറ്റുകൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ പിൻഗാമികളായ ഭരണാധികാരികൾക്കും റബ്ബേ, ആ പിതാവിൻ്റെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നീ എന്നും നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അർഹമി ശൈഖ് സായിദ് വശൈഖ് മക്തൂം വഇഖ്വാനഹുമാ الذين انتقلوا إلى رحمتك ورضوانك يا رب العالمين. اللهم أدم على شعب الإمارات ومقيميها ووافديها نعمة الأمن والأمان والإيمان يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. നാളെ പരലോകത്തും ഈ ദുനിയാവിലും ഇസ്സത്തോടെ ജീവിച്ച് നാളെ പരലോകത്ത് മുഅ്മിനീങ്ങളോടുകൂടെ ചേർന്ന് നാളെ നിന്നെ കാണാനുള്ള
ആ ഒരു സൗഭാഗ്യം കിട്ടുന്ന വലിയ നിഅമത്ത് ഞങ്ങൾക്കൊക്കെ ലഭിക്കത്തക്ക വിധം അല്ലാഹുവേ ഞങ്ങളുടെ അമലുകളെ ഖബൂലാക്കി ഞങ്ങളെ നീ നിന്റെ പൊരുത്തപ്പെട്ടവരിൽ ചേർക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. الحمد لله رب العالمين.